പരിഗണിച്ചിട്ട് പോലും ഇല്ല. പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോ ഈ നയം അംഗീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും അതിൽ എതിർപ്പുള്ളതിന്റെ മൗലികമായിട്ടുള്ള ഭാഗങ്ങളാണ്. ഏറ്റവും പ്രധാനമായി പുതിയ എഡ്യൂക്കേഷൻ പോളിസി കേന്ദ്രീകരണം, സെൻട്രലൈസേഷൻ എന്ന ആശയത്തിൽ ഊന്നി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തെ ഫെഡറൽ സംസ്കാരം നഷ്ടപ്പെടുകയാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്ന് അതിൻ്റെ ഫെഡറൽ സംസ്കാരമാണ്. ഈ ഫെഡറൽ സംസ്കാരത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസം എന്ന സങ്കല്പം. ഇന്ത്യയെ സംബന്ധിച്ച് ഈ അർത്ഥത്തിലുള്ള വിദ്യാഭ്യാസ നയം ആണ് വേണ്ടത്. കേരളത്തിൽ ഈ നയത്തിൽ ഊന്നി നിന്നുകൊണ്ട് സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ട് പൊതുമേഖലയെ ശാക്തീകരിച്ച് പൊതുവിദ്യാഭ്യാസത്തെ കൂടുതൽ ജനകീയവും ജനാധിപത്യപരവുമാക്കി നേരത്തെ പറഞ്ഞ മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസത്തെ പുഷ്കലമാക്കുവാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ അത് ഒരു ബദൽ മാതൃകയായി എടുത്തുകൊണ്ട് തന്നെയാണ് ഈ പോളിസിയുടെ ഡ്രാഫ്റ്റ് ചർച്ചയിൽ അതിന് എതിരായ ഈ വാദങ്ങൾ പറഞ്ഞു. പക്ഷെ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും സെൻട്രലൈസേഷനിലേക്ക് വന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ മൗലികമായിട്ടുള്ള വശം തന്നെ അത് ഏത് ആവാസ വ്യവസ്ഥയിലാണോ ആ ആവാസ വ്യവസ്ഥയുടെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാകണം എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയിലുള്ള വിദ്യാഭ്യാസം അതിന്റെ മൗലികമായ വശങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. മറ്റൊരു ഉദാഹരണം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ നവോത്ഥാനം. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ നവോത്ഥാനം വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. ആ നവോത്ഥാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജനാധിപത്യ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ നാം കെട്ടിപ്പൊക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായ പ്രത്യേകതയുള്ള നവോത്ഥാന സങ്കല്പങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി മാത്രമേ കേരളത്തിന്റെ നവോത്ഥാന സങ്കല്പങ്ങളെ വികസിപ്പിക്കുവാനും വളർത്തുവാനും കൂടുതൽ അത് ഉയരത്തിലെത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും സംസ്ഥാനത്തിന്റെ പ്രാദേശിക, അതായത് ആവാസ വ്യവസ്ഥയുടെ എല്ലാ നന്മകളും എല്ലാ ഗുണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത്. അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ ചുരുക്കത്തിൽ ഫെഡറൽ വിദ്യാഭ്യാസ സംസ്കാരം എന്ന് പറയുന്നത്. അത് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിൽ ഇന്ന് ശക്തമായിട്ട് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുക. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള എതിർപ്പ് ഈ വിദ്യാഭ്യാസ നയത്തിലുള്ള കേന്ദ്രീകരണത്തെ കുറിച്ചാണ്, സെൻട്രലൈസേഷൻ. അതോടെ ഫെഡറൽ സംസ്കാരം നഷ്ടപ്പെടുന്നു. ഫെഡറൽ സംസ്കാരം നഷ്ടപ്പെടുന്നതോടുകൂടി ഫെഡറൽ വിദ്യാഭ്യാസ സംസ്കാരവും നഷ്ടപ്പെടുന്നു. അതോടെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്നത്തെ അവസ്ഥയിൽ അത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്ന് നഷ്ടപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനെ അതിശക്തമായിട്ട് എതിർക്കണം. അത് കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ നടപ്പിലാക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പങ്കെടുത്ത് ജനകീയത വികസിപ്പിച്ച് പ്രാദേശികത പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ആവാസ വ്യവസ്ഥയുടെ വിദ്യാഭ്യാസമായിട്ട് മാറുകയാണ്. അതൊരു മാതൃകയായിട്ട് വരികയാണ്, അതൊരു ബദലായിട്ട് വരികയാണ്. ലോകം കാണുന്ന ജനകീയ വിദ്യാഭ്യാസത്തിന് ബദലായിട്ട് ഇന്ന് വരെ, അതായത് ഏറ്റവും അവസാനത്തെ പലതരത്തിലുള്ള പുതിയ ഇടപെടലുകൾ അടക്കം ജനങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേകതയും അതിന്റെ എല്ലാ തരത്തിലുള്ള ചരിത്രവും ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ സാധ്യതകളും ഉൾക്കൊണ്ടുകൊണ്ട് നടക്കേണ്ട വിദ്യാഭ്യാസ സങ്കല്പങ്ങളെ തകർക്കുന്നതാണ് ഈ വിദ്യാഭ്യാസ നയം എന്നുള്ളതാണ് ചുരുക്കത്തിൽ അതിനെ കുറിച്ച് അതിന്റെ എതിർപ്പ് ആദ്യം നമ്പർ 1 ആയിട്ട് പറയാനുള്ളത്. 2, ഈ പറയുന്ന സെൻട്രലൈസേഷൻ എന്നതിലൂടെ ഫെഡറൽ സംസ്കാരം നഷ്ടപ്പെടുന്നു, അതിലൂടെ മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസം എന്ന സങ്കല്പം നഷ്ടപ്പെടുന്നു എന്നതിനൊപ്പം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും അപകടകരമായി നിൽക്കുന്നുണ്ട്. അത് ഒന്ന് കമ്പോളവൽക്കരണമാണ്. സ്വകാര്യവൽക്കരണം എന്നത് കമ്പോളവൽക്കരണത്തിനുള്ള വഴിയാണ്. അതുകൊണ്ട് കമ്പോളവൽക്കരണം വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുമ്പോൾ വിദ്യാഭ്യാസം എന്നത് യഥാർത്ഥത്തിൽ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്ക് അത് കടന്നു പോകുകയും കമ്പോളത്തിന്റെ ടച്ച് ഉള്ള, കമ്പോളത്തിന്റെ സ്പന്ദനങ്ങളുണ്ട്, കമ്പോളത്തിന്റെ നൈതികതയുള്ള വിദ്യാഭ്യാസമായിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ
ഏറ്റവും പ്രധാന പ്രശ്നമുണ്ടാകുന്നത് ഈ ഡിവൈഡാണ്. അതായത് മറ്റേ എന്താണ് പരസ്പരമുള്ള വ്യത്യാസമാണ്. ഒരു 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 വലിയ ഡിവൈഡ് ഉണ്ടാകുവാനുള്ള ഏറ്റവും വലിയ സാധ്യത ഈ കമ്പോളവൽക്കരണത്തിലൂടെ ഉണ്ടാവുകയാണ്. പാർശ്വവൽക്കരണം ഉറപ്പാണ്. കമ്പോളവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം പാർശ്വവൽക്കരണമാണ്. അതുകൊണ്ട് കമ്പോളവൽക്കരണം ഇതിലെ ഓരോ ഘടകങ്ങൾ എടുത്ത് ഞാൻ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രധാനമായിട്ടും രണ്ടാമത്തെ പ്രശ്നം ഇതിന്റെ കമ്പോളവൽക്കരണമാണ്. അതൊരിക്കലും കേരളത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ നിന്ന് പുറത്തു കടന്ന് ജനകീയ വിദ്യാഭ്യാസത്തെ നാം വിജയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കമ്പോളവൽക്കരണ ആശയം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വരുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കമ്പോളവൽക്കരണമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം കമേഴ്സ്യലൈസേഷന്റെ ഒപ്പം തന്നെ കമ്മ്യൂണലൈസേഷനാണ്, വർഗീയവൽക്കരണമാണ്. വർഗീയവൽക്കരണം കമേഴ്സ്യലൈസേഷനെ കൂടുതൽ ശക്തമാക്കും. കമ്പോളത്തിന്റെ മൂലധനത്തിന്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ നയത്തിന്റെ വിദ്യാഭ്യാസ സങ്കല്പത്തിന്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മൂലധനത്തെ കാണാം. മൂലധനത്തിന്റെ ഒപ്പം വർഗീയതയെ നമുക്ക് കാണാൻ സാധിക്കും. അപഗ്രഥനത്തിന്റെ അറ്റം ചെന്ന് നിൽക്കുക അവിടെയാണ്. അതുകൊണ്ട് മൂലധനവും വർഗീയതയും ചേർന്നുള്ള ഒരു വിദ്യാഭ്യാസ സങ്കല്പത്തെ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. മർമ്മം എന്ന് പറയുന്നത് അവിടെയാണ്. അവിടെയും ഈ പറയുന്ന പാർശ്വവൽക്കരണം ഉണ്ടാകും. അപ്പൊ ഗ്രേറ്റ് ഡിവൈഡ് എന്ന് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് പറഞ്ഞ അതേ അർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ വലിയ ഡിവൈഡ് ഉണ്ടാകും. ഒന്ന് കമേഴ്സ്യലൈസേഷനിലൂടെ, മറ്റൊന്ന് കമ്മ്യൂണലൈസേഷനിലൂടെ. അതുകൊണ്ട് ഇത് ഒരിക്കലും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ കഴിയില്ല. കമ്മ്യൂണലൈസേഷനെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കാൻ പറ്റുന്നത് മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ വളർത്തിക്കൊണ്ടാണ്, മതനിരപേക്ഷ മനസ്സ് വളർത്തിക്കൊണ്ടാണ്, മതനിരപേക്ഷ തലമുറയെ വളർത്തിക്കൊണ്ടാണ്. അങ്ങനെ മതനിരപേക്ഷ തലമുറയെ വളർത്തുന്നതിന് വിഘാതമായിട്ട് നിൽക്കുന്നത് ബോധപൂർവമുള്ള രാഷ്ട്രീയ ഇടപെടലാണ്. ഇന്ത്യൻ ജനതയെ വർഗീയവൽക്കരിക്കുന്നതിന്റെ ഒരു ശ്രമമായിട്ട്, അതിൽ ഏറ്റവും വലിയ ശ്രമമായിട്ട് വിദ്യാഭ്യാസത്തിന് വർഗീയ ഘടകം വരികയാണ്. ചുരുക്കി ഞാൻ അതിനെ അത്രേ പറയുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രായോഗിക തലത്തിൽ വരുന്ന ഒരു നിർദ്ദേശം ഇതിലുള്ളത് 10+2+3 10+3 എന്ന കേരളത്തിന്റെ പോലത്തെ സിസ്റ്റം, ആ സിസ്റ്റം പൂർണ്ണമായിട്ടും മാറ്റണം എന്നുള്ളതാണ് നിയമത്തിൽ കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. 5+3+3+4 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന ഒന്ന് കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയിലെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒന്നും ഒരിക്കലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതാണ്. അതിന്റെ കാരണം എന്ത് എന്ന് ചോദിക്കാം. 10+2+3 എന്നുള്ള സിസ്റ്റം ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കി വിജയിച്ചിരിക്കുകയാണ്. 5 ലക്ഷം കുട്ടികൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ 10+2+3 എന്നുള്ള സിസ്റ്റം ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതിലും വലിയ അംഗീകാരം വേറെ ഒന്നുമില്ല. 5 ലക്ഷം കുട്ടികൾ 10+2+3 സിസ്റ്റം അംഗീകരിച്ച് പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, ഈ വർഷം ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുട്ടികൾ കടന്നു വരുമ്പോൾ ജനകീയ വിദ്യാഭ്യാസത്തിൽ, നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തിൽ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ വിജയം. അത് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് പലതരത്തിലും ഇന്ന് ഇപ്പോ ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്ന ഘട്ടത്തിൽ പോലും കൊറോണ സാഹചര്യത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ പോലും ഈ പറയുന്ന അംഗീകാരം ജനങ്ങളുടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സക്സസ്ഫുള്ളായി നിൽക്കുന്ന ഒരു സിസ്റ്റം എന്തിനു മാറ്റണം? സക്സസ്ഫുൾ ആയ സിസ്റ്റം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റുമ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാകും. അതുകൊണ്ട് 3 എന്ന സിസ്റ്റം കേരളത്തിൽ നിർത്തുക എന്നുള്ളതാണ് കേരളത്തിന് വേണ്ടത്. അത് തന്നെയാണ് ഇവിടെ നിർത്താൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ പ്രധാനപ്പെട്ട ആശയം കമ്പോളവൽക്കരണവും വർഗീയവൽക്കരണവുമാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചുരുക്കി പ്രധാനമായി മൗലികമായ പ്രശ്നങ്ങൾ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. ഈ ചെയ്യുന്ന പുതിയ വിദ്യാഭ്യാസ നയം തീർച്ചയായും കേരളത്തിന് അനുകൂലമല്ല, പ്രതികൂലമാണ്. അത് കേരളത്തിൽ ഒരിക്കലും യോജിക്കുന്നതല്ല. കേരളത്തിൽ മനസ്സിലാക്കുന്നതാണ് പറയാം. ഹലോ, ഈ വിഷയത്തിൽ മിനിസ്റ്റർ വിശദമായ ഒരു ആമുഖം പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് ഡോക്ടർ ഷക്കീല ഷംസൂർ ഈ വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നത്. Good morning to the esteemed panelists, particularly the Honorable Minister. I am thankful for giving me an opportunity, and with the permission of Deshabhimani and the Honorable Minister, if you permit me, I would like to speak in English. I can speak
bilingual also, but I hope there is no problem in my continuing to speak largely in English with to some extent of Malayalam. Is that okay? Is the Honorable Minister agreeable if I speak in English? Yeah. Okay. Speak in English or Malayalam or whatever it is. Okay, sir. Thank you very much, sir. So, I think Namala actually National Education Policy Independent India Radhakrishnan Commission 48 layada Namalatrem importance site nokarilla. Adu kayinittu secondary commission undarna that was somewhere in the early 60s. Adu kayinju Kothari Commission the report 64 to 66 kayinju 68 lu kondu vannadu. Was one of the landmark policies, very exhaustive in I to study cheyidittulladu and essential also karanam nammal 47 independence ആയി കഴിഞ്ഞാരെ almost ഒരു 20 years കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരു elaborate policy ആയിരുന്നു. പിന്നെ 86 ഒരു policy കൊണ്ടുവന്നു. From 86 92 ഒരു program of action ഒരു implementation strategy മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. 86 92 കഴിഞ്ഞിട്ടുള്ള ഈ പീരിയഡിലുണ്ടായ ചേഞ്ചസ് നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ചേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം ഇന്നെവിറ്റബിൾ ആയിരുന്നു. സെക്ടർ ഒത്തിരി വലുതായി. സെക്ടർ ഹാഡ് ടു ഹാവ് ഇൻഫ്ലുവൻസ് ഓഫ് ദി ഗ്ലോബൽ ചേഞ്ചസ് ദാറ്റ് വർ ഹാപ്പനിങ്. ദർ വാസ് എ ത്രസ്റ്റ് നോട്ട് ജസ്റ്റ് ഫോർ just the national development, but also whether the country can make its mark in research and innovation. And the most important disruption that has happened is the technology part of it. So by the time 2000, we entered into the 21st century, the influence of technology, the importance of research and innovation, the importance of skilled manpower, the importance of the fact that we are living with the commitment to the sustainable development goals that we are committed to, the Millennium Development Goals first, and subsequently now 2030 the Sustainable Development Goals. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുമ്പം there was a need to bring about a existing policyയിൽ ഒരു review and changes. This was the rationale and the background. The സമയത്തിന്റെ ലിമിറ്റേഷൻ കാരണം ഞാൻ ആ കൺസൾട്ടേഷൻ പ്രോസസ് 2015 തൊട്ട് തുടങ്ങിയിട്ടുള്ളത് കൾമിനേറ്റ് ചെയ്തത് കമ്മിറ്റി ടു ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അണ്ടർ ഡോക്ടർ കസ്തൂരി രംഗന്റെ ആ ഒരു ജേർണി ഞാൻ ഔട്ട്ലൈൻ ചെയ്യുന്നില്ല. പക്ഷേ വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഐ വുഡ് പേഴ്സണലി ഫീൽ, ബിക്കോസ് ഐ വാസ് ദേർ ഫ്രം ദ ഇൻസെപ്ഷൻ ടിൽ നൗ, that it would have been the largest citizen-centric among the consultation that has taken place in the history of mankind. Not only was it online, expert, grassroots level, ivadutte grama panchayatile then 2016 trivandrattu vannittund local self government consultations il anna thottu neend kaalam thottu vannittulla or consultation രണ്ട് കമ്മിറ്റികൾ TSR സുബ്രഹ്മണ്യം കമ്മിറ്റിയും പിന്നെ കസ്തൂരി രംഗൻ കമ്മിറ്റിയും നോക്കിയിട്ടുള്ളു. ഇതിന്റെ ഇടയ്ക്ക് മിനിസ്ട്രി കൊണ്ടുവന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു. TSR സുബ്രഹ്മണ്യം കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആൻഡ് മിനിസ്ട്രിയുടെ കൊണ്ടുവന്ന സം ഇൻപുട്സ് ടു ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു ചെറിയ ഒരു 48 പേജസിന്റെ ഡോക്യുമെന്റ്. ഇത് August 4th and August 8th 2017 ഫ്ലോർ ഓഫ് ദ പാർലമെന്റിൽ ലേ ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു അന്ന് ജാവ്ദേക്കർ സർ മന്ത്രിയായിട്ടിരുന്ന സമയത്ത് ഒരു ഷോർട്ട് നോട്ടീസ് ഡ്യൂറേഷൻ ഡിസ്കഷനിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തത് ദാറ്റ് ഈ TSR സുബ്രഹ്മണ്യം കമ്മിറ്റി ഒരു 4 ബ്യൂറോക്രാറ്റും ഒരു അക്കാഡമീഷ്യൻ മാത്രമായിട്ടുള്ള ഒരു കമ്മിറ്റി ആയോണ്ട് നമ്മളൊരു പുതിയ കമ്മിറ്റി നിയമിക്കാം. ആ കമ്മിറ്റി കൂടുതൽ എഡ്യൂക്കേഷനിസ്റ്റിനെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു കസ്തൂരി രംഗൻ കമ്മിറ്റി അന്ന് August 2016 പറഞ്ഞു കഴിഞ്ഞാൽ June 2017 ഈ പർട്ടിക്കുലർ കമ്മിറ്റി 484 പേജ് ഡോക്യുമെന്റ് കൊണ്ടുവന്ന കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 31st May പുതിയ മന്ത്രി നമ്മുടെ ഇൻക്യൂംബന്റ് മിനിസ്റ്റർ പോഖ്രിയാൽ സർ നിശാങ്ക് സാറിന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിലും there was a lot of consultation, letters written to all the 800 honorable members of the parliament, letters written to the state governments. So consultation ഞാൻ അതിനു വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. The policy itself,
ചില ആപ്രിഹെൻഷൻസും ചില ഫിയേഴ്സും I may not be the right person because I am not a political person. I am an academician interested with the task of servicing the committee, and because of the fact that I am an academician, was able to contribute to the body of that recommendations also. This particular policy's central feature is that it is a learner-centric policy. What we are assuming, I have been in the teaching field for 40 years. 1981 ഞാൻ എൻ്റെ career start ചെയ്തത് Bombay University College as a lecturer. As an academician for the last 40 years, we as teachers, നമ്മൾ believe ചെയ്യുന്നത് നമ്മുടെ viewpoint ആയിരിക്കും largely correct ആയിരിക്കും. പക്ഷേ this policy is looking at a change in the learning paradigm. The teaching learning process teacher centric ആവാതെ learner centric ആയിട്ടാ കൊണ്ടുവരുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം ഓണറബിൾ മിനിസ്റ്റർ പറഞ്ഞത് 5+3+3+4 അതിന്റെ ഒരു റാഷണൽ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഓവർനൈറ്റ് ഇരുന്നിട്ടില്ല ഇത് ചെയ്തത്. നൈദർ ഈസ് ഇറ്റ് ഒരു ഫിസിക്കൽ റീസ്ട്രക്ചറിങ് ഓഫ് സ്കൂൾസേ ഇല്ല. നമ്മളത് ക്ലിയർലി കമ്മിറ്റിയിൽ ഒപ്പോസ് ചെയ്ത ഒരു കാര്യമാണ്. 10+2 മാറ്റുമ്പം ഈ 5+3+3+4 ഈ 10+2യുടെ കാര്യമാണ് പറയുന്നത്. 4 ഇയേഴ്സ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷന്റെ വേറൊരു ആസ്പെക്റ്റാണ്. ഈ 10+2 മാറ്റി 5+3+3+4 കൊണ്ടുവരുന്നത് സ്ട്രക്ചറലി ഫിസിക്കൽ റീസ്ട്രക്ചറിങ് ഓഫ് സ്കൂൾ ഇല്ല. ഇറ്റ് ഈസ് ഓൺലി എ ചേഞ്ച് ഇൻ ദ ലേണിംഗ് മെത്തഡോളജി. ഒരു ചേഞ്ചും വരത്തില്ല ഒരു ഗവൺമെന്റിനും ദാറ്റ് ഈ എക്സിസ്റ്റിംഗ് സ്കൂൾസിൽ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുന്നത്. അതേ സമയത്ത് 86 കൊണ്ടുവന്ന പോളിസിയിൽ 10+2 ആക്കിയപ്പം നമുക്ക് ജൂനിയർ കോളേജ് ചിലയിടത്തും +2 സ്കൂളിൽ ഇരിക്കണോ ഇല്ലയോ എന്ന് അതൊരു ഫിസിക്കൽ റീസ്ട്രക്ചറിങ് ആയിരുന്നു. അത് ലേണിംഗ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 5+3+3+4 ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് need not change any structure of the existing school. ഇരിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാം. എന്താ ചേഞ്ച്? Change is the level in which that knowledge is built on a subject. ഒരു class 1 സ്റ്റുഡന്റും ചിലപ്പം സിവിക്സ് പഠിക്കുന്നുണ്ടായിരിക്കും, ഒരു class 5 സ്റ്റുഡന്റും സിവിക്സ് പഠിക്കുന്നുണ്ട്. പിന്നെ അത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമായിരിക്കും. ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് അതേ സമയത്ത് സയൻസിൽ ലെറ്റ് us say കെമിസ്ട്രി ഓർ ലെറ്റ് us say ഓവറോൾ സയൻസ് എന്ന് പറയുന്നത്. നമ്മൾ കെമിസ്ട്രി ചെറിയ ക്ലാസ്സിൽ പറയാറില്ല. സയൻസ് ക്ലാസ് 1 ക്ലാസ് 2 തൊട്ട് പഠിക്കുന്നുണ്ട്. ഈ സബ്ജക്റ്റിന്റെ അപ്രോച്ച് പിള്ളേരുടെ അസിമുലേറ്റീവ് കപ്പാസിറ്റിയും ബ്രെയിൻ ഡെവലപ്മെന്റ് നോക്കിയിട്ട് നമ്മൾ ആദ്യമേ ഹയർ ഡെൻസിറ്റി ഓഫ് നോളജ് കൊടുക്കാതെ ലോവർ ലെവൽ ഓഫ് നോളജ് തൊട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഹയർ ലെവലിൽ നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 3 to 8, 8 to 11 പ്രിപ്പറേറ്ററി, 11 to 14 മിഡിൽ ആൻഡ് 14 to 18 സെക്കൻഡറി. ഇതിൻ്റെ അകത്ത് ഒരു സ്കൂളും റീസ്ട്രക്ചർ ചെയ്യുന്നില്ല. പക്ഷെ പിള്ളേരെ പഠിപ്പിക്കുന്ന രീതി, ടീച്ചേഴ്സ് ഈ ചൈൽഡിന്റെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗ്രാസ്പ് അത് വെച്ചിട്ടാണ് ഈ ലേണിംഗ് പാരഡൈമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. The only major change in that 5+3+3+4 ഈ സെക്കൻഡറി ബ്ലോക്ക് നമ്മൾ ക്ലാസ് 9 to 12 അത് ഒരു ബ്ലോക്ക് ആക്കിയിട്ട് ക്ലാസ് 10 വേണമെങ്കിൽ ഒരു എക്സിറ്റ് മോഡ് കൊടുത്തിട്ട് തിരിച്ച് റീ എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് സ്റ്റേജിൽ 3 to 8 എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തില് 3 to 6 നമ്മൾ ആക്ച്വലി അംഗൻവാടിയിലാ കണക്ക് കൂട്ടുന്നത്. അംഗൻവാടി ഹാസ് 3 functions: health, nutrition and education. Because an Anganwadi worker, and with due respect to the fact that they are responsible for the health and nutrition of our children, and therefore we have a healthy population who can contribute to the society and their own individual growth, the Anganwadi worker is unable to take care of the educational needs of the learners. Whereas the Institute of Brain Sciences in Bangalore has said that the neural network of a child develops maximum between the ages of 3 to 6, other than, of course, the first 1000 days that we say of a child.
അപ്പം ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് ചൈൽഡിന്റെ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ എബിലിറ്റി ടു ഹാവ് സ്കൂൾ പ്രിപ്പയർഡ്നെസ് ഒത്തിരി കുറവായിരിക്കും. അപ്പൊ ഇന്നത്തെ കാലത്ത് മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, റിച്ച് ഫാമിലീസ് അവരുടെ പിള്ളേരെ പ്രീ സ്കൂളിൽ അയക്കുന്നുണ്ട്. അവര് അംഗൻവാടി സിസ്റ്റം നോക്കുന്നേ ഇല്ല. നമ്മൾ താഴത്തെ ലെവലിന്റെ ആളുകളെ ഓർത്തിട്ടായിരുന്നു. അതാണ് നമ്മുടെ മാക്സിമം ഇന്ത്യൻ പോപ്പുലേഷൻ. ഈ ആളുകൾക്ക്, ഈ പിള്ളേർക്ക് 3 to 5 years ഉള്ള പിള്ളേർക്ക്, 3 to 6 years ഉള്ള പിള്ളേര് ഇവരെ എങ്ങനെ നമ്മൾ പ്രീ സ്കൂൾ, അതിൻ്റെ അകത്ത് ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാം. ഈ പ്രീ സ്കൂൾ ക്ലാസ് 3 അവരെ നമ്മൾ ആൽഫബറ്റ് ഒന്നും പഠിപ്പിക്കുന്നില്ല. We are not making them do reading, writing or arithmetic. There is no formal learning in the age between 3 to 6. It is totally play-based, activity-based, a stimulation of the brain's neural network to make that child school prepared. ഈ children subsequently പോയിട്ട് ഏസറിന്റെ പ്രഥം റിപ്പോർട്ടിൽ നിങ്ങൾ വായിക്കുന്നത് ഒരു 5ാം ക്ലാസ് കുട്ടിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ബുക്ക് വായിക്കാൻ പറ്റാത്തത്, ഒരു 7ാം ക്ലാസ് കുട്ടിക്ക് 3ാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് ചെയ്യാൻ പറ്റില്ല. ഈ കാരണങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡാമേജിങ് റിപ്പോർട്ട്സ് ഓൺ ദ ലേണിംഗ് ലെവൽസ് ഓഫ് അവർ ചിൽഡ്രൻ ആൻഡ് ദ പുവർ ലേണിംഗ് ഔട്ട്കംസ് ഓഫ് ദ ചിൽഡ്രൻ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റീസ്ട്രക്ചറിങ്, ഇറ്റ് ഈസ് ഓൺലി എ കരിക്കുലർ ആൻഡ് പെഡഗോഗിക്കൽ റീസ്ട്രക്ചറിങ് ആൻഡ് നോട്ട് എ ഫിസിക്കൽ റീസ്ട്രക്ചറിങ് ഓഫ് ദ സ്കൂൾസ്. ഒരു പഠിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ആ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ മാറ്റം കൊണ്ടുവന്നത് സ്റ്റുഡന്റിനെ ഓർത്തിട്ട് മാത്രം ആസ് എ ചൈൽഡ് സെൻട്രിക്, ആസ് എ ലേണർ സെൻട്രിക് ആൻഡ് അവരെ 21st century സ്കിൽസ്, അവരെ മെമ്മറി ടെസ്റ്റ് ചെയ്യാതെ അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, അവരുടെ കോഗ്നിറ്റീവ് എബിലിറ്റി, അവരുടെ വാല്യൂ ബേസ്ഡ് അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, എബിലിറ്റി ടു ഹാവ് ആബ്സ്ട്രാക്ട്, അറ്റ് ദ സെയിം ടൈം സ്കിൽ ബേസ്ഡ് ലേണിംഗ്, കൈകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, വൊക്കേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള റെസ്പെക്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ ബ്ലൂ കോളേർഡും വൈറ്റ് കോളേർഡും പറഞ്ഞിട്ട് ബ്ലൂ കോളേർഡ് ആളുകളെ നമ്മൾ റെസ്പെക്ട് കൊടുക്കാതെ ആ ഒരു സൊസൈറ്റി നീണ്ട കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെ ഉൾക്കൊള്ളോണ്ട്, എല്ലാവരുടെയും എഡ്യൂക്കേഷണൽ ആസ്പിറേഷൻ ഫുൾഫിൽ ചെയ്തോണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചേഞ്ചസ് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫ്ലെക്സിബിലിറ്റി ഇൻ ദ കരിക്കുലം. ഒരു കുട്ടിക്ക് മ്യൂസിക്കോ പെയിന്റിങ്ങോ ഡാൻസോ സ്പോർട്സോ വൊക്കേഷനോ അറ്റ് ദ സെയിം ടൈം സയൻസ്, കൾച്ചർ ഓർ എനി സോഷ്യൽ സയൻസസ് ഓർ ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജസ് പഠിക്കണമെങ്കിൽ ഈ ലാർജ് ബൊക്കെ ഓഫ് കോഴ്സസിൽ അവർക്ക് ഏത് കോഴ്സ് ചെയ്താലും അതിന് ഡ്യൂ വെയിറ്റേജ് കൊടുക്കാം. അപ്പൊ എൻറ്റയർ സ്കൂൾ കരിക്കുലം ഈസ് നോട്ട് അറ്റ് ഓൾ intended to affect the learning of the child in a detrimental manner. The whole idea is to make it more towards learning outcomes. This flexibility, the multilingualism, the choice of the subjects that the students can take, change കൊണ്ടുവരണമെങ്കിൽ നമുക്ക് adequate ആയിട്ടുള്ള പ്രിപ്പറേഷൻ വേണം. അതാണ് നമ്മൾ പറഞ്ഞത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ 2009 കൊണ്ടുവന്നത്. അത് റിവൈസ് ചെയ്യണം. അപ്പൊ ഈ ടീച്ചേഴ്സിന് ഈ പുതിയ പാഠ്യക്രമില്, പുതിയ പഠന രീതിയില് അവരെ നമുക്ക് ട്രെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ടീച്ചറിന്റെ അണ്ടർസ്റ്റാൻഡിങ്, എനിക്കൊരു സിലബസ് തന്നിട്ടുണ്ട്, എനിക്കൊരു പ്രത്യേക സമയം തന്നിട്ടുണ്ട് ക്ലാസ് എടുക്കാൻ. ഞാൻ ചെന്ന ഒരു സാധാരണ ഓഫീസിൽ കയറുന്നതിന്റെ കൂട്ട് 10 മണിക്ക് ഞാൻ ക്ലാസ്സിൽ കയറുക, ഒരു മെഷീൻ പോലെ ഞാൻ ആ കാര്യം സ്റ്റുഡന്റിന്റെ അടുത്ത് പറയുക. ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കുന്നത് ഈസ് നോട്ട് ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ. ഞാനൊരു ഗൂഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏത് ഇൻഫർമേഷൻ വേണമെങ്കിലും എനിക്ക് കിട്ടാം. ടീച്ചർ ഇസ് എ ഫെസിലിറ്റേറ്റർ. ടീച്ചർ ഹാസ് ടു പ്രൊവോക്ക് ദ ചൈൽഡ് ടു സ്റ്റാർട്ട് ക്വസ്റ്റനിങ് ആൻഡ് ഡെവലപ്പ് എ ക്രിട്ടിക്കൽ തിങ്കിങ്. ആ റോളിന് അപ്പൊ അങ്ങനെ ആണെങ്കിൽ മെമ്മറി ഇല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു എക്സാമിനേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു മിയർലി ഡു റോട്ട് ലേണിംഗ്. ഇന്നത്തെ സമയത്ത് നമ്മുടെ പിള്ളേര്, ഇഫ് യു ഹാവ് major corporate houses saying that 40% of our graduates are unemployable, what more damaging statement can come of our education system? I hold myself personally responsible if such a statement comes out. If our engineering graduates are moving around jobless,
who is responsible for that? I as a teacher am responsible for that. Appo nammal system, existing system bad aanennu nammal parayunnilla. Existing system change cheyanam with the changing times. Nammade pillarane koodal employability skills kodukkanam. At the same time, higher education is a knowledge based learning. It is not just employment. നമ്മൾ ഒരു കുട്ടിയെ മെർസിഡീസ് ബെൻസിന്റെ കാർ റിപ്പയർ ചെയ്യാന്നുള്ള എഞ്ചിനീയറിംഗ് മാത്രം പഠിപ്പിച്ചാൽ മെർസിഡീസ് ബെൻസ് കമ്പനി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്ക് വേറൊരു സ്കില്ലും കൊടുത്തിട്ടില്ല. അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ചിങ് പ്രൊഫഷൻസ്, ടു ദ ഡൈനാമിക് നേച്ചർ ഓഫ് നോളജ്, ഇതൊരു ക്രിട്ടിക്കാലിറ്റിയാ. അതുകൊണ്ടാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ പോയിട്ട്, ഐ തിങ്ക് ഐ എം എക്സീഡിംഗ് മൈ ടൈം, ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. ഐ വിൽ ഓൺലി ട്രൈ ടു പോയിന്റ് ഔട്ട് വൺ സിംഗിൾ പോയിന്റ്. നമ്മുടെ 5 പ്രിൻസിപ്പിൾസ് ആണ്: ആക്സസ്, equity, quality, affordability, and accountability. Socially and economically disadvantaged groups, നമ്മൾ ഒത്തിരി ഐഡന്റിറ്റീസിനെ കൊണ്ടുവന്നിട്ട്, ജെൻഡർ, ട്രാൻസ്ജെൻഡേഴ്സ്, disabled people, learning disability, minorities, scheduled castes, scheduled tribes, OBCs, urban poor, all people coming from marginalized sections from difficult geographical regions, ഇവരെ എല്ലാരെയും ഉൾക്കൊള്ളുകൊണ്ട് നമ്മൾ റിസർവേഷൻ ടച്ച് ചെയ്തില്ല, ബിക്കോസ് റിസർവേഷൻ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്. ബട്ട് നമ്മൾ അഫർമേറ്റീവ് സ്റ്റെപ്സ് അവരെ കൂടുതൽ എഡ്യൂക്കേഷണൽ പാർട്ടിസിപ്പേഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വി ഹാവ് പുട്ട് എ സീരീസ് ഓഫ് റെക്കമെൻഡേഷൻസ്. ഓഫ് കോഴ്സ് ദ ഡെവിൾ ലൈസ് ഇൻ ദ ഡീറ്റെയിൽ. അപ്പൊ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവരുന്നത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഐ വിൽ ഓൺലി ട്രൈ ടു എൻഡ് ഓൺ വൺ സിംഗിൾ പോയിന്റ്. വി ഹാവ് ടോട്ടലി റെസ്പെക്റ്റഡ് ദ ഫാക്ട് that education is a subject in the concurrent list. Dr. Michael Tarangilekku ഒന്ന് പോകേണ്ടതുണ്ട്. Over to Dr. Michael. Yeah, sure. Thank you. Dr. Michael Tarangilekku. സുഹൃത്തുക്കളെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കേന്ദ്ര ക്യാബിനറ്റിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ദശകങ്ങൾക്ക് ശേഷം വന്ന ഒരു മാറ്റമാണിത്. ഇപ്പോഴും ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന ഈ മാറ്റത്തിൻ്റെ വേണ്ടത്ര വേഗത, അതായത് ഒരു ഫ്ലെക്സിബിലിറ്റി ഇന്നും ഇന്ത്യ കൈവരിച്ചിട്ടില്ല എന്നാണ് ഇത്രയും നാള് മാറ്റങ്ങൾ വരാതിരുന്നത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്നും നമ്മൾ പുറകിലാകപ്പെട്ടു പോകുന്നില്ലേ എന്ന് ന്യായമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ NEP 2020 നടപ്പിലാക്കുകയാണെങ്കിൽ ഈ ഫ്ലെക്സിബിലിറ്റി തിരികെ കൊണ്ടുവരാനാകുമോ എന്നത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതാണ്. അത് പ്രയാസകരമായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പുറകെ വിശദീകരിക്കാം. ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന TSR സുബ്രഹ്മണ്യം ചെയർമാനായി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണല്ലോ ഇതിൻ്റെ കരട് 2016 തയ്യാറാക്കിയത്. അതുകൂടാതെ മിനിസ്ട്രി തന്നെ തയ്യാറാക്കിയ മറ്റൊരു ചെറിയ കരട് പ്രസ്താവനയും ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ചൊക്കെയുള്ള സംസ്ഥാനങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു കൊടുക്കുകയും അതേക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഇവിടെയും ഒരു കമ്മിറ്റിയെ, ഡോക്ടർ KN പണിക്കർ ചെയർമാനായ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ഒരു യോഗം ഡൽഹിയിൽ വിളിച്ചു കൂട്ടിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് ശക്തവും വ്യക്തവും അക്കാദമികവും വിമർശനാത്മകവുമായ ഒരു അവതരണം NEP-യുടെ അന്നത്തെ കരടിലുണ്ടായിരുന്ന അഭിപ്രായങ്ങളെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ ആരും മറക്കുവാൻ സമയമായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ ആരോടും അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്ന് ഒന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ കേൾക്കുവാൻ തയ്യാറായ അഭിപ്രായങ്ങൾ കുറവായി പോയി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. മറ്റുള്ള അഭിപ്രായങ്ങളെയൊക്കെ
ന്യൂനപക്ഷ അഭിപ്രായങ്ങളായി കരുതിയിട്ടാണോ എന്തോ അതിന് വേണ്ടത്ര ഗൗരവം നൽകിയിട്ടില്ല എന്നൊരു സംശയം ശക്തമായിട്ടുണ്ട്. ഇവിടെയാണ് പ്രധാന പ്രശ്നം. വിദ്യാഭ്യാസം പോലെ സർവസ്പർശിയായ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടക്കുമ്പോൾ വൈവിധ്യമുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അവയെ എല്ലാം കണക്കിലെടുക്കുവാനുള്ള ഒരു സമീപനമാണ് നമുക്ക് വേണ്ടത്. അതായത് പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഫ്ലെക്സിബിലിറ്റി പോലെ തന്നെ കൂടുതൽ അഭിപ്രായങ്ങളെ തീരുമാനങ്ങൾ എടുക്കുന്ന ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ തന്നെ കണക്കാക്കേണ്ട ഒരു ഫ്ലെക്സിബിലിറ്റിയും വേണ്ടിവരും. ഇതിന് ഫെഡറലും ജനാധിപത്യ അധിഷ്ഠിതവുമായ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഒരു പ്രത്യേക സംവിധാനമാണ് വേണ്ടത്. ഭൂരിപക്ഷ അഭിപ്രായത്തോടൊപ്പം ന്യൂനപക്ഷ അഭിപ്രായങ്ങളെയും പരിഗണിക്കണമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു നിർദ്ദേശം. രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുവാനുള്ള വിവിധ തലമുറകളെ വാർത്തെടുക്കുവാനുള്ള വിദ്യാഭ്യാസ പ്രക്രിയയെ ഒരു വോട്ടിൻ്റെയോ 2 വോട്ടിൻ്റെയോ ഭൂരിപക്ഷത്തിൽ തീരുമാനമെടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സമീപനം പ്രായോഗികമാകണമെങ്കിൽ ഫെഡറലിസത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, അവയ്ക്ക് ഒക്കെ ഉപരിയായി വികേന്ദ്രീകരണത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ വേണ്ടിവരും. ഇതിൽ ഫെഡറലിസത്തെ, ഒരു കാലത്ത് സംസ്ഥാന അധികാരത്തിന് കീഴിലായിരുന്ന വിദ്യാഭ്യാസത്തെ പിൽക്കാലത്ത് കൺകറന്റ് ലിസ്റ്റിൽപ്പെടുത്തുകയും ഇപ്പോൾ NEP-യിലൂടെ ഏതാണ്ട് പൂർണ്ണ കേന്ദ്രീകൃത സംവിധാനത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു എന്ന് ശക്തമായ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇനി ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്ററി ചർച്ച അതെന്ത് കാരണം കൊണ്ടായാലും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നതും വലിയ ഒരു കുറവാണ്. പിന്നെ വികേന്ദ്രീകൃതമായി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള യാതൊരു സംവിധാനവും ഇന്നത്തെ NEP വികേന്ദ്രീകരണ സമീപനമില്ല എന്നുള്ളതല്ല, വികേന്ദ്രീകൃതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്ട്രക്ചേഴ്സ് ഈ വിഭാവനം ചെയ്യുന്ന NEP വിഭാവനം ചെയ്യുന്ന സ്ട്രക്ചറുകളുടെ കൂടെ കാണുന്നില്ല എന്നും ചൂണ്ടിക്കാണിക്കേണ്ടി വരും. സുബ്രഹ്മണ്യത്തിൻ്റെ കരട് പിന്നീട് വന്ന ഡോക്ടർ കസ്തൂരി രംഗൻ കമ്മിറ്റി തിരുത്തി എഴുതി. ഈ കമ്മിറ്റിയിലും വിവിധ അഭിപ്രായങ്ങൾ കേൾക്കുകയും അവയിൽ ചിലത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏത് അഭിപ്രായങ്ങളാണ് സ്വീകരിച്ചത്, ഏതൊക്കെയാണ് നിരാകരിച്ചത് എന്ന് കണക്കെടുത്തത് കൊണ്ട് മാത്രം ഒരു ദേശീയ പദ്ധതിയുടെ യോഗ്യതയും പ്രസക്തിയും നിർണയിക്കുവാനാകുമോ എന്നുള്ളതാണ് സംശയം. അതിന് വേണ്ടത് ഈ പദ്ധതി എന്താണ് ലക്ഷ്യം ആയി മുന്നിൽ കാണുന്നതെന്ന് നിശ്ചയിക്കുകയും അത് ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കുവാനും സമാധാനപൂർണവും സമ്പൽ സമൃദ്ധവുമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുവാൻ സാധിക്കുമോ എന്നും പരിശോധിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ദീർഘമായ ഒരു ചർച്ചയ്ക്ക് അവസരം ലഭ്യമല്ലാത്തത് കൊണ്ട് ഒരു ഉദാഹരണം മാത്രം എടുത്ത് വിശദീകരിക്കാൻ ശ്രമിക്കാം. NEP വിഭാവനം ചെയ്യുന്നത് കോളേജുകളുടെ അഫിലിയേഷൻ ക്രമേണ ഇല്ലാതാക്കി അവയെ സ്വയംഭരണ സ്ഥാപനങ്ങളാക്കുക എന്നതാണ്. കേട്ടാൽ തരക്കേടില്ലാത്ത ഒരു നിർദ്ദേശമാണിത്. എന്നാൽ ഇന്ന് അഫിലിയേഷൻ്റെ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ കേന്ദ്ര ഏജൻസികൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള വിവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയാൽ അതനുസരിച്ച് സ്വയംഭരണാവസ്ഥയിലേക്ക് മാറുവാൻ കഴിയും. ഇതാണ് NEP വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ മാറുവാൻ കഴിയുന്ന ഈ സ്ഥാപനങ്ങളുടെ മേൽ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന വിദ്യാഭ്യാസ കമ്മീഷനോ പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ യാതൊരു മേൽനോട്ട അധികാരങ്ങളും ഇല്ലായിരിക്കും. അതിൻ്റെ അർത്ഥം ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിക്കുന്ന, അതായത് ഈ കോളേജുകളുടെ അവർ പ്രവർത്തിക്കുന്ന സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പോയാലും അവയ്ക്ക് പ്രവർത്തിക്കാൻ തന്നെ സാധിക്കും എന്നായിരിക്കും. അതുകൊണ്ട് ഇവയെ ആരും വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിന്നും പുറത്തു നിന്നും നിയന്ത്രിക്കാനാകുകയില്ല എന്ന് അർത്ഥമാക്കണ്ട.
ഇത്തരം കോളേജുകൾ നടത്തി സമൂഹത്തിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ട തൊഴിൽ ശക്തിയെ വളർത്തിയെടുക്കുവാൻ മറ്റ് സാമ്പത്തിക മേഖലകളിൽ നിക്ഷേപം നടത്തുന്ന ശക്തികൾ തന്നെ തയ്യാറാകും എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. ഇത് ലാഭത്തിന് വേണ്ടി, ഈ സ്ഥാപനങ്ങൾ ഒരിക്കലും ലാഭത്തിന് വേണ്ടി ഉള്ളതായിരിക്കരുത് എന്ന് നിഷ്കർഷിക്കാനായി ഓഡിറ്റഡ് അക്കൗണ്ടും ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കണക്ക് അക്കൗണ്ടന്റ് പ്രവർത്തനങ്ങളും ഒക്കെ വേണം എന്ന് ഈ കമ്മീഷൻ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഈ നിക്ഷേപ ശക്തികൾക്ക് ആവശ്യമുള്ള വിധത്തിൽ കോളേജുകളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ആകാം. അതിന് യാതൊരു വിധത്തിലും തടസ്സം സംഭവിക്കുന്നില്ല. അവർക്ക് അല്ലെങ്കിൽ അവരുടെ ഫാക്ടറികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ആവശ്യമായ നൈപുണികളെ ശരിയായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള പല സ്കീമുകൾ ഇതിലുണ്ട്. പക്ഷേ അതിങ്ങനെയുള്ള നൈപുണികൾക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുക. പിന്നെ എന്തിനാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു ലാഭത്തിൻ്റെ ആവശ്യമില്ല. ഇതിൽ നിന്നും ലഭ്യമാകുന്ന അതിഭീമമായ അനുകൂല സാഹചര്യത്തിലായിരിക്കും അവർക്ക് താല്പര്യം. അപ്പോൾ ഇത്തരം കോളേജുകൾ പിൽക്കാലത്ത് യൂണിവേഴ്സിറ്റികളോ യൂണിവേഴ്സിറ്റി നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളോ ആയി മാറാം എന്നും NEP കാണുന്നുണ്ട്. ഇത്തരം സ്വയംഭരണാവകാശമുള്ള കോളേജുകൾ നിലനിൽക്കണമെങ്കിൽ തന്നെ വേണ്ട തരത്തിലുള്ള സാമ്പത്തിക നിക്ഷേപം വേണം. അതിൻ്റെ അർത്ഥം കോളേജുകളുടെ രൂപവും ഭാവവും പഠന സമ്പ്രദായവും ഒക്കെ നിർണയിക്കുന്നത് മത്സരാധിഷ്ഠിതമായ മൂലധന നിക്ഷേപത്തിനെ അവലംബിച്ചായിരിക്കും. ഇതിന് ബദലായി ശ്രീ MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയും പ്രൊഫസർ KN പണിക്കർ വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഉപാധ്യക്ഷനുമായിരുന്ന കാലത്ത് മറ്റൊരു സ്കീം ഈ കേരള സംസ്ഥാനത്ത് മുന്നോട്ട് വെച്ചിരുന്നു. അത് വേണ്ട വിധത്തിൽ നടപ്പിലായില്ല എന്നുള്ളതും സത്യമാണ്. അതനുസരിച്ച് ഒരു പ്രദേശത്തെ കോളേജുകൾ ഒരുമിച്ച് ഒരു ക്ലസ്റ്റർ രൂപീകരിക്കുകയും അവ തമ്മിലുള്ള സഹകരണ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുക എന്നതായിരുന്നു. ഫിസിക്സ് ഇല്ലെങ്കിൽ കെമിസ്ട്രിയിൽ മോശമായ ഒരു കോളേജ് ഉണ്ടെങ്കിൽ അതിനടുത്ത് ഉള്ള മറ്റൊരു ഈ രംഗത്ത് നന്നായി ക്ലാസ്സുകൾ എടുക്കുന്ന ഇല്ലെങ്കിൽ പഠിപ്പിക്കുന്ന മറ്റൊരു കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായി ഒരുമിച്ച് അവരുടെ പഠന സൗകര്യങ്ങളും അധ്യാപകരെയും ലാബറട്ടറികളെയും ലൈബ്രറികളെയും ഒക്കെ ഉപയോഗിച്ച്, അതുപോലെ സയൻസിൽ മോശമാണെങ്കിൽ സോഷ്യൽ സയൻസിൽ നന്നായിട്ടുള്ള കോളേജുകൾ ഉണ്ടാകും. അപ്പോൾ ഈ കോളേജുകൾ തമ്മിലുള്ള സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ ക്ലസ്റ്ററുകൾ മുന്നോട്ട് പോകാനാണ് അവർ ആ സ്കീമിൽ വിഭാവനം ചെയ്യുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പൽമാരിൽ നിന്നും ഒരാളെ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഡീനായി റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുകയും ആവാം. ഈ ക്ലസ്റ്ററുകൾ പിൽക്കാലത്ത് പ്രാദേശിക യൂണിവേഴ്സിറ്റികളായി മാറുകയും ചെയ്യാം. ഇത്തരം സഹകരണ അടിസ്ഥാനത്തിലുള്ള കോളേജുകളുടെ ക്ലസ്റ്ററുകളിലൂടെ വളർന്നു വരുന്ന പ്രാദേശിക യൂണിവേഴ്സിറ്റികളാണോ അതോ മുതലുള്ളവരുടെ നിക്ഷേപകരുടെ സാമ്പത്തിക സഹായത്തിൽ മത്സരാടിസ്ഥാനത്തിൽ വളർന്നു വരാൻ പോകുന്ന സ്വകാര്യ സ്വയംഭരണ കോളേജുകളും അത് മാറി വരുന്ന പ്രാദേശിക യൂണിവേഴ്സിറ്റികളുമാണോ നമുക്ക് അഭികാമ്യം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞ തരം കോളേജുകളെ ഈ പ്രദേശങ്ങൾ തന്നെ ഇല്ലെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റുകളോ ഈ പ്രദേശങ്ങളോ അവരുടെ സ്വന്തം സ്ഥാപനങ്ങളായി കണക്കാക്കാനുള്ള സർവ്വ സാധ്യതയും ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റികൾ പൊതുവെ ഗവേഷണത്തിനും കോളേജുകൾ പഠന പ്രക്രിയയ്ക്കുമായി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നും NEP നിർദ്ദേശിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ചില കോളേജുകൾ ഗവേഷണത്തിലും ചില കോളേജുകൾ പഠിപ്പിക്കലും. പക്ഷേ ഗവേഷണ പാരമ്പര്യമില്ലാത്തവരുടെ ഇടയിൽ നിന്നും നല്ല അധ്യാപകരുണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അതുപോലെ തന്നെ പഠിപ്പിക്കാത്ത ഒരു അധ്യാപകരുടെ ഒരു കൂട്ടത്തിൽ നിന്നും എങ്ങനെ നല്ല ഗവേഷകരുണ്ടാകും എന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ്. കേന്ദ്രീകരണത്തിൻ്റെ ശക്തമായ ലാഞ്ചനകൾ നേരത്തെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കണ്ടുവന്നിരുന്നു. UGCയെക്കുറിച്ച് സ്വാതന്ത്ര്യാനന്തര കാലത്ത് ചർച്ച ചെയ്തത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ട
സഹായധനം ഏർപ്പാടാക്കുവാൻ ഇംഗ്ലണ്ടിൽ നടപ്പിലായിരുന്ന പോലെയുള്ള ഒരു സംവിധാനം മാത്രമായിട്ട് ആയിരുന്നു. എന്നാൽ അത് പാർലമെന്റിൽ ഒരു ആക്റ്റായി വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഘടകങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് അത് അവതരിച്ചത്. അതുപോലെ അത് എങ്ങനെയായാലും UGCയുടെ ചില കമ്മിറ്റികളും മറ്റ് സമിതികളും താഴെ നിന്നുള്ള അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുവാൻ വഴി തുറന്നിരുന്നു എന്ന് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഇന്ന് NEP വരുമ്പോൾ ഇതും ഇല്ലാതാകുവാനാണ് സാധ്യത. പുതിയ തീരുമാനമെടുക്കുന്ന സമിതികളിൽ ആര് ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പറയുന്നവരായിരിക്കും അതിൽ വരിക എന്നതിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അത്തരം ആളുകളുടെ അഭിപ്രായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ അവയ്ക്ക് വിരുദ്ധമായി ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പറഞ്ഞ് ഉറപ്പിക്കാൻ സാധിക്കുമോ എന്നതാണ് അടിസ്ഥാന പ്രശ്നം. വികേന്ദ്രീകരിച്ചാൽ എല്ലാം ശരിയാകും എന്നൊന്നും വാദിക്കുന്നില്ല. പക്ഷേ വികേന്ദ്രീകൃതമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സംവിധാനം, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് നടപ്പിലാക്കിയാൽ ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങളുടെ ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ ആവശ്യ അവകാശങ്ങൾ പറയുവാനും അത് മറ്റുള്ളവർ കേൾക്കുവാനും സാധ്യത കൂടും. കാസർഗോഡും കാഞ്ഞിരപ്പള്ളിയും കാട്ടാക്കടയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരു ഡൽഹിയിലെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് പഠിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എങ്ങനെ അഭികാമ്യമാകും എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇതിലേറ്റവും അപകടകരമായ ഒരു സംവിധാനം നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഭയം. അവർ മുൻഗണന കൊടുക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണം ചെയ്യുവാൻ ഇന്ത്യ ഒട്ടാകെയുള്ള വിദ്യാർത്ഥികളെ സ്റ്റുഡൻഷിപ്പുകളും സ്കോളർഷിപ്പുകളും ഗവേഷണ ധനസഹായങ്ങളും കൊണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെടും. അത്തരം വിഷയങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ തന്നെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞുവെന്ന് പലരും വിശ്വസിക്കുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വിഷയങ്ങൾ അല്ലേ വരിക എന്ന് ന്യായമായിട്ടും സംശയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ട നൈപുണികൾ വികസിപ്പിക്കുവാൻ തരത്തിൽ താഴെ ക്ലാസുകൾ മുതൽ തയ്യാറാക്കപ്പെടുന്നുണ്ട് NEPയുടെ സ്കീം അനുസരിച്ച്. അതുകൂടാതെ ഇപ്പോൾ തന്നെ പ്രബലമായ മറ്റൊരു വിമർശനം ബാങ്കുകൾ വഴി ലഭ്യമാകുന്ന വിദ്യാഭ്യാസ വായ്പകൾ വാണിജ്യവൽകൃതമായ സാമ്പത്തിക സംവിധാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള കോഴ്സുകളെയും പഠന രീതികളെയും മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ എന്നതാണ്. അവർ നൽകുന്ന പണം തിരികെ കിട്ടണമെങ്കിൽ വിദ്യാർത്ഥികൾ ചില പ്രത്യേക കോഴ്സുകൾ പഠിച്ചാലേ പറ്റൂ. അതിനിടയ്ക്ക് ഫിലോസഫിയും ചരിത്രവും ഭാഷയും ഒക്കെ പഠിക്കാൻ ചെല്ലുന്ന വിദ്യാർത്ഥികൾ, അതിന് ധനസഹായം വേണമെന്ന് പറഞ്ഞ് ചെല്ലുന്ന കുട്ടികൾ, അവർക്ക് എന്ത് പരിഗണനയാണ് ലഭിക്കുക? വാണിജ്യവൽക്കരണത്തോടൊപ്പം വരേണ്യവൽക്കരണത്തിനും വിദ്യാഭ്യാസം വിധേയമാകുകയില്ലേ എന്നാണ് എൻ്റെ ഒരു കാര്യമായ സംശയം. ഇത് കൂടാതെയാണ് വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ലഭ്യമാകുവാൻ പോകുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം. ഇതിൻ്റെ അർത്ഥം വിദേശ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മാർക്കറ്റിൽ താല്പര്യമുണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാക്കും എന്നതാണല്ലോ. ഇങ്ങനെ താല്പര്യമുണ്ടാകണമെങ്കിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന അതിശക്തമായ അതിവിപുലമായ തൊഴിൽ ശക്തിയെ സ്വദേശത്തെ കോർപ്പറേറ്റുകൾക്ക് എന്ന പോലെ തന്നെ വിദേശ സ്ഥാപനങ്ങളിലൂടെ അവിടുത്തെ ഉൽപാദന സംവിധാനത്തിന് യോജിക്കുന്ന തരത്തിലാക്കി മാറ്റിയെടുക്കും എന്നാണ്. ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്ത് വികസിത രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായി മറ്റ് ചില പ്രധാന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പക്ഷേ ക്ഷാമസാധ്യത, ഭക്ഷണ ദൗർലഭ്യം, വെള്ളത്തിൻ്റെ ക്ഷാമം, ജലസേചന സൗകര്യമില്ലായ്മ, ശുചിത്വ പ്രശ്നങ്ങൾ, ജാതി വ്യവസ്ഥയുടെ ചില പ്രശ്നങ്ങൾ, സാമൂഹ്യ നീതി, പ്രകൃതി സംരക്ഷണം, കാലാവസ്ഥ വ്യതിയാനം എന്നിങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ
ഇന്ത്യക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇവ ദൂരീകരിക്കാൻ കഴിവുള്ള ഗവേഷകരെയും പ്രവർത്തകരെയും സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ മുൻഗണന അല്ലെങ്കിൽ പ്രയോറിറ്റി. അല്ലെങ്കിൽ അതിൽ നിന്നും മാറി വിദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങളനുസരിച്ച് നിക്ഷേപിക്കുവാനും പരിശീലനം നൽകാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ എങ്ങനെ ന്യായീകരിക്കുവാനാകും? കൂടാതെ മത്സരാടിസ്ഥാനത്തിലുള്ള കോളേജുകളും കോഴ്സുകളും വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ വായ്പകളും കേന്ദ്രത്തിലെ ഒരു സമിതി, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, തീരുമാനിക്കുന്ന ഒരു ഗവേഷണ പദ്ധതിയും കൂടെ ആകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് നമ്മൾ ഓരോരുത്തരും കാര്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയെ കൊളോണിയലിസത്തിന്റെ ആവിർഭാവത്തോടുകൂടി ഒരു പരിധിവരെ നമ്മൾ മാറ്റി നിർത്തി. ആ സ്ഥാനത്ത് കൊളോണിയലിസം നൽകിയ ലിബറൽ എഡ്യൂക്കേഷൻ നടപ്പിലായി. അതും തൊഴിലില്ലായ്മയുടെ രൂക്ഷത വർദ്ധിക്കുകയും അതനുസരിച്ച് വ്യാവസായിക പൊതു വളർച്ച ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്തപ്പോൾ അതും സംശയത്തിന് കാരണമായി, സംശയാസ്പദമായി. അതിന് ബദലായി മഹാത്മാഗാന്ധിയും സക്കീർ ഹുസൈൻ സാഹിബും ഒക്കെ മുന്നോട്ട് വെച്ച ഗാന്ധിയൻ വിദ്യാഭ്യാസ രീതിക്ക് സ്വതന്ത്ര ഇന്ത്യൻ ഗവൺമെന്റ് വേണ്ടത്ര ചെവി കൊടുത്തുവോ എന്ന സംശയം എനിക്കുണ്ട്. എന്തുവാട്ടെ, പിന്നെ ഉണ്ടായിരുന്നത് ലിബറൽ വിദ്യാഭ്യാസത്തിന്റെ അത്ര ശക്തമല്ലാത്ത ഒരു രീതിയും അതിൻ്റെ ഉള്ളിൽ പാരമ്പര്യ വിദ്യാഭ്യാസം എന്ന് പേരിട്ട് വിളിച്ച യാഥാസ്ഥിതിക വിദ്യാഭ്യാസ സമ്പ്രദായവും മറുവശത്ത് വളർന്നു വരുന്ന കോർപ്പറേറ്റുകളുടെ ആവശ്യത്തിലൂന്നിയ മറ്റൊരു വിദ്യാഭ്യാസ രീതിയും ആണ്. ഇവ രണ്ടും തമ്മിൽ ചിലപ്പോഴൊക്കെ സമരസപ്പെട്ടു പോകാറുണ്ട് എന്നുള്ളതിന് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഈ NEP തന്നെ അത്തരം ഒരു സമരസപ്പെടലിൻ്റെ ഉദാഹരണമാകുവാനും സാധ്യതയുണ്ട്. അതേസമയം ലിബറൽ എഡ്യൂക്കേഷൻ്റെ മോശപ്പെട്ടു പോയ ഭാഗങ്ങളെ ഇല്ലാതാക്കി തൽസ്ഥാനത്ത് സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലത്തിനനുസരിച്ച് നവീകരിച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വേണ്ടി ചില പരീക്ഷണങ്ങളും പഠനങ്ങളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയും കേൾക്കപ്പെടാതെ പോകുന്നു എന്ന് തന്നെ പറയാം. ഈ മാറ്റങ്ങളെ ഒക്കെ അടിസ്ഥാനമാക്കി ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇനി NEP ഇന്ന് അവതരിപ്പിച്ചതുപോലെ നടപ്പിലായാൽ സാമൂഹ്യ നീതിയെ പോലെ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത ചില വിദ്യാഭ്യാസ ദർശനങ്ങളെ പോലും ഇല്ലാതാക്കുകയില്ലേ എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. പിന്നെ NEP പൂർണ്ണമായും നടപ്പിലാക്കുവാൻ ഇനിയും സമയമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നും കൺകറന്റ് ലിസ്റ്റിൽ തന്നെയാണല്ലോ വിദ്യാഭ്യാസം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും ചർച്ചകളും അനുരഞ്ജന സംരംഭങ്ങളും ആകാം എന്ന് തോന്നുന്നു. ആശ തീരെ കൈവിടേണ്ടതില്ല. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഡോക്ടർ. അടുത്തതായി നമ്മൾ വിദ്യാർത്ഥികളുടെ പക്ഷത്തു നിന്ന് ഈ കേന്ദ്ര നയത്തെ എങ്ങനെ കാണുമെന്ന് പിന്നെ സാനു സംസാരിക്കും. അതിനുശേഷം നമുക്ക് ഡോക്ടർ ഫസൽ പോകാം. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഡോക്ടർ ഫസൽ കപൂറിന് ശേഷമാണ് എന്നെ വിളിക്കാന്നാണ്. കാരണം ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുമാണ്, മാത്രമല്ല ആ നിലക്കാണ് വിളിക്കാന്നാണ് കരുതിയത്. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്തായാലും നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം മറ്റ് പല വിഷയങ്ങളിലേക്കും ഇപ്പൊ കടന്നു പോയാൽ എനിക്ക് പറയാനുള്ളത് പറയാൻ കഴിയാത്ത സ്ഥിതിയാവും. കാരണം സമയാത്ര കുറവേറും. മൈക്കിൾ തരകൻ സാറ് പറഞ്ഞ എല്ലാ വാദങ്ങളോടും പരിപൂർണമായി യോജിക്കുകയാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെക്കാം. ഒന്ന്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു പോളിസിയാണ്. ഈ പോളിസി ഉണ്ടാക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണ് പോളിസി ഉണ്ടാക്കുന്നത്? അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഇത്തരം ആളുകളുമായിട്ട് ചർച്ച നടത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോ ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചാൽ ചർച്ച നടത്തി എന്ന് അവർക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ SFI ഉൾപ്പെടെ കേരള സംസ്ഥാന ഗവൺമെന്റ്, അതുപോലെ തന്നെ വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ, പല വിദ്യാർത്ഥി സംഘടനകൾ, മറ്റ് സംഘടനകൾ എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സമിതിക്ക് മുമ്പിൽ
അതുപോലെ തന്നെ കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പ് മന്ത്രിക്കും എല്ലാം നേരിട്ടും ഒക്കെ തന്നെ അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും അവർ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോ ഈ അവസാനത്തെ ഡ്രാഫ്റ്റ് വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ പാർലമെന്റ് ചർച്ച ചെയ്തില്ല എന്നുള്ളതൊക്കെ തന്നെ അവിടെ വേറെ കാര്യമായിട്ട് നിൽക്കുക. മറ്റൊന്ന്, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിൽ പരിപൂർണമായും പരാജയപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത്തരം പ്രശ്നങ്ങളെ കാണുകയും ആ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പകരം ഇവിടെ നേരത്തെ മൈക്കിൾ തരകൻ സാർ തന്നെ പറഞ്ഞു 100 വിദേശ സർവകലാശാലകൾ വരും. ഈ വിദേശ സർവകലാശാല എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 സർവകലാശാല കിട്ടാൻ ഒരു സർവകലാശാലക്ക് പോലും അവരുടെ സർവകലാശാല കേന്ദ്രത്തിനപ്പുറത്ത് വേറെ ഒരു ഓപ്പ് സെന്റർ പോലും ഇല്ല. അപ്പൊ ഒരു സർവകലാശാല ഉയർന്നു വരുന്നതിന് അതിൻ്റെതായിട്ടുള്ള കുറെ പശ്ചാത്തലമുണ്ട്. ആ നാട്, അവിടുത്തെ അന്തരീക്ഷം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് ഒരു സർവകലാശാലയെ മാറ്റുന്നത്. അത് വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന് പറിച്ചു നടേണ്ട ഒന്നല്ല. ഇവിടെ തന്നെ അറിവിന്റെ ഉൽപാദനത്തെ കുറിച്ചൊക്കെ തന്നെ ഇതിൽ സൂചിപ്പിക്കുന്നത് നളന്തയും തക്ഷശിലയും ഒക്കെ തന്നെ സൂചിപ്പിച്ചു പോകുന്നത് നല്ല കാര്യം. പക്ഷേ മുഗൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ഉറുദു, അതുപോലെ ബൗദ്ധ പാരമ്പര്യം, ഇതൊന്നും തന്നെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പരാമർശിക്കുന്നില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒരു ആന്റി കൊളോണിയൽ എഡ്യൂക്കേഷൻ മോഡൽ, അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കൂടി ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതിനെക്കുറിച്ചൊന്നും തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചതായി കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ നേരത്തെ രവീന്ദ്ര മാഷ് പറഞ്ഞതാണ് ഫെഡറൽ സിസ്റ്റം തകർക്കുന്നത്. ഇപ്പോൾ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ഥിതി എടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സ്കൂളുകളെയും അതുപോലെ തന്നെ ഹൈസ്കൂളുകളാണെങ്കിൽ ജില്ലാ പഞ്ചായത്തും എല്ലാമാണ് കൃത്യമായി കൈകാര്യം ചെയ്യുന്നത്. അതിനുവേണ്ടി ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്, ജനകീയമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഫിലാന്ത്രഫിക് ഓർഗനൈസേഷൻ, അതായത് സന്നദ്ധ സംഘടനകൾ ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തിന് സന്നദ്ധ സംഘടനകളെയും അതുപോലെ തന്നെ മറ്റ് ആളുകളുടെയും ജനകീയമായിട്ടുള്ള പിന്തുണയുടെ കൂടി ഭാഗമായിട്ടാണ് ഉയർന്നു വന്നത്. എന്നാൽ ആ നിലയിലല്ല ഇപ്പോ വന്നിട്ടുള്ളത്. RSSകാർക്ക് രാജ്യത്ത് എവിടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ സന്നദ്ധ സംഘടനകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാം എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് ആവുമ്പോൾ ഇതൊരു ഉപന്യാസം അല്ലല്ലോ, അനക്സ്റ്റർ വേണം, പഴയ ഒരു ഡാറ്റ വേണം. എന്തെല്ലാമാണ് വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥിതി, അതിനെക്കുറിച്ചൊരു ഡാറ്റയോ ഒന്നും ഞാൻ ആ റിപ്പോർട്ടിന്റെ ഭാഗമായി കണ്ടില്ല. ഒരു അനക്സ്റ്റർ എന്നുള്ള രൂപത്തിൽ അതിൽ കണ്ടില്ല. മാത്രമല്ല, ഇപ്പോ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു പല മുൻ കമ്മീഷനുകളെ കുറിച്ച്. ആ കമ്മീഷനുകളെ കുറിച്ച് ഒരു വാക്കുപോലും ഇതിൽ പരാമർശിക്കുന്നില്ല. ആ കമ്മീഷനുകൾ വന്ന് ആ എഡ്യൂക്കേഷൻ പോളിസി രാജ്യത്ത് നടപ്പാക്കിയതിന്റെ ഭാഗമായി ഗുണപരമായ എന്ത് മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായി എന്നതിനെ കുറിച്ച് ഒരു പരാമർശം പോലും ഇതിന്റെ ഭാഗമായിട്ടില്ല. പിന്നെ എന്താണ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടത് എന്ന് പരിഗണിച്ചിട്ടല്ല, സംസ്ഥാനങ്ങളുടെ വൈവിധ്യവും എല്ലാം പറഞ്ഞുപോയി. സംസ്ഥാനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പരിഗണിച്ചുകൊണ്ട് ആ സംസ്ഥാനങ്ങളെ കണ്ടുകൊണ്ടുള്ളതല്ല ഈ റിപ്പോർട്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. പിന്നെ ഡിജിറ്റൽ എഡ്യൂക്കേഷനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വെർച്വൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചൊക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ 2017-18 NSSOയുടെ ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിൽ 8% കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഹോം ഇന്റർനെറ്റും സൗകര്യവും ഉള്ളത് എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നന്നായി നടപ്പാക്കുന്നുണ്ട് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ. കാരണം അതിനൊരു കാരണം ഈ പാൻഡമിക് സിറ്റുവേഷനിൽ മറ്റൊരു മാർഗമില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് വളരെ കൃത്യമായി ഗവൺമെന്റ് ബദലല്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഈ നിലയിലേക്ക് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിന് സാധ്യമല്ലാത്ത മേഖലയിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റുന്നതിന്റെ ഭാഗമാണ് ഈ ഓൺലൈൻ ഡിജിറ്റൽ വിദ്യാഭ്യാസം, ഡിജിറ്റൽ ഫോർമാറ്റുകളിലേക്ക് മാറ്റുക എന്നുള്ളത്. അത് എക്സ്ക്ലൂഷന് കൂടുതൽ
കാരണമാകുന്ന ഒന്നാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഒന്ന് ഈ സ്കില്ല്, നേരത്തെ പറഞ്ഞവരൊക്കെ സൂചിപ്പിച്ച ഒരു സാധനമാണ്. സ്കില്ലാണ് ഇതിലേറ്റവും പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, റിസർച്ച് അല്ല. നമുക്കിപ്പോ പിന്നെ എന്താ പറയാ, മേക്ക് ഇൻ ഇന്ത്യയും മെയ്ഡ് ഇൻ ഇന്ത്യയെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. ആത്മനിർഭർ ഭാരതിനെ കുറിച്ചിട്ട് അഭിമാനം കൊള്ളുന്ന അതേ ആളുകളാണ് ഇറ്റലിയിൽ നിന്ന് വന്ന റഫേൽ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടന്ന സമയത്ത് വലിയ ആഘോഷമായി ഏറ്റെടുത്തത്. അപ്പോ ആ കാലത്ത് നമുക്ക് സ്കില്ല് ഉണ്ടായി കൊടുക്കുക. അപ്പൊ നേരത്തെ വൈറ്റിൽ തരകൻ സാറ് പറഞ്ഞ ഒരു സാധനം തന്നെയാണ്. കാരണം എന്താണോ എംപ്ലോയർക്ക് വേണ്ടത്, ആ എംപ്ലോയർക്ക് വേണ്ട എംപ്ലോയിയെ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങളായിട്ട് വിദ്യാഭ്യാസം മാറും. അതിനപ്പുറത്തേക്ക് എന്താണോ നമ്മുടെ നാടിന് വേണ്ടത്, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച് ഫോറിൻ യൂണിവേഴ്സിറ്റി വന്നാലും ആ നാടിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള സ്കില്ല്, ആ നാട്ടിലെ ഇവിടെ എന്തെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ടതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല്, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് വേണ്ടത് സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണാത്മകമായിട്ടുള്ള റിസർച്ചുകളാണ്, ഗവേഷണങ്ങളാണ് വേണ്ടത്. ആ ഗവേഷണത്തെ ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ വരുന്നതോടുകൂടി പൂർണ്ണമായും കൂച്ചുവിലങ്ങിടുന്ന നിലക്കാണ് ആ NRF. രാജ്യ താല്പര്യങ്ങൾക്ക് അനുഗുണമാണ് റിസർച്ച് എന്ന് ഉറപ്പുവരുത്തുമോ എന്നുള്ള ചുമതലയും അവർ നിർദ്ദേശിക്കുന്ന നിലയിൽ മാത്രം റിസർച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്കും നമ്മുടെ നാട് പോകും എന്നുള്ളതാണ് ആ NRFനെ കുറിച്ചുള്ള ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ആ നിലയിൽ നമ്മുടെ രാജ്യത്ത് പുത്തൻ ഉൽപാദനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല, ഇതിന് അപ്പുറത്ത് ആരെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന നിലയിലേക്കാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസത്തെ ഈ നിലയിൽ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോ അന്ന് ഇത്രയും ആണ് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. അടുത്തതായി നമ്മുടെ ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് പോവുകയാണ്. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങളെയും അവസരങ്ങളെയും ഈ നയം എങ്ങനെ ബാധിക്കുന്നു എന്ന് അദ്ദേഹം വിശദമായി സംസാരിക്കും. അദ്ദേഹത്തിന് ഓക്കെ. ബഹുമാനപ്പെട്ട ശ്രീമതി ഷംസു, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ്, ഇപ്പൊ നമ്മൾ ശ്രമിച്ച ശ്രീ മൈക്കിൾ തരകൻ, ഷാനു, മറ്റു ഇന്നത്തെ സെമിനാറിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ, ആദ്യമായി കുറച്ച് നല്ല കാര്യങ്ങൾ പറയാമോ? അല്ലെങ്കിൽ സെമിനാർ ഏകപക്ഷീയമായിട്ട് പോയിപ്പോവും. ഇതിൽ നല്ല വാക്കുകൾ ഉള്ളത് ആദ്യം GDP-യുടെ 6% കൂട്ടാ എന്ന് തീരുമാനിച്ചു. നല്ല കാര്യം, നമ്മളത് സ്വാഗതം ചെയ്യുന്നു. അത് പ്രായോഗികമായിട്ട് നടപ്പാക്കും. ആ GDP-യുടെ 6% കൊടുക്കുന്നത് കേന്ദ്രമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേന്ദ്രം അത് അലോട്ട് ചെയ്യും അത്രയും ഫണ്ടുകൾ എന്നുള്ള ഒരു നല്ല ഒരു ചിന്തയോടെയാണ് ഞാൻ ആരംഭിക്കുന്നത്. രണ്ടാമത് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ അത് കൂട്ടും, 100% മാറ്റും എന്നാണ് പറഞ്ഞത്. അതൊരു നല്ലൊരു സ്വപ്നമാണ്. അതിനും എൻ്റെ ആശംസകൾ. കാരണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ ഏകദേശം അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും 30-40% കിടക്കുന്നത്. അവിടെ നിന്ന് അത് ഉയർത്തിപ്പിടിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഇതേതായാലും ഒരു 15 കൊല്ലം 20 കൊല്ലത്തെ പദ്ധതി ആയതുകൊണ്ട് അത് നമുക്ക് സാധ്യമാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത് ഉള്ളത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം നമ്മളത് 18 വയസ്സ് വരെ ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുൻപത്തെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം തന്നെ ഒരുപിടി സ്ഥാപനങ്ങൾ അത് നടപ്പാക്കിയിട്ടില്ല. കാരണം നമ്മുടെ വിമർശനം മുന്നോട്ടേക്ക് മാത്രം പോയാൽ പറ്റില്ല, വിമർശനം കുറച്ച് പിന്നോട്ട് പോകണം. RTI നടപ്പാക്കാത്ത ഒരുപിടി സ്ഥാപനം പല പേരിലവർ നടപ്പാക്കിയില്ല. ഒന്നല്ലെങ്കിൽ അവർ ന്യൂനപക്ഷ പദവി എന്ന് പറഞ്ഞിട്ട് നടപ്പാക്കിയില്ല, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഷാ ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ട് നടപ്പാക്കിയില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊക്കെ നടപ്പാക്കിയില്ല. അപ്പൊ അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അത് നടപ്പാക്കണം.
അതിൽ ഇത്ര ശതമാനം പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൈവറ്റ് സെക്ടറിൽ സ്ഥാപനങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. പക്ഷെ അതൊന്നും ഇപ്പൊ കാണുന്നില്ല. ഇത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്തായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, മുൻപത്തെ ഗവൺമെന്റുകളും അതിന് ഉത്തരവാദികളാണ്. പിന്നെ നമ്മൾ ഒരു കോഴ്സിൽ തന്നെ സർട്ടിഫിക്കറ്റ്, ഒരു കൊല്ലം കൊണ്ട് സർട്ടിഫിക്കറ്റ്, 2 കൊല്ലം പഠിച്ചാൽ ഡിപ്ലോമ, 3 കൊല്ലം 4 കൊല്ലം പഠിച്ചാൽ ഡിഗ്രി, അതിനെക്കുറിച്ച് എനിക്കതിന് അഭിപ്രായമില്ല. കാരണം ഇപ്പൊ തന്നെ മെഡിസിനിലൊക്കെ ഒരു ഡിപ്ലോമ കോഴ്സുകൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അവർ ഡയറക്റ്റ് ഡിഗ്രി കോഴ്സ് മാത്രമേ ഉള്ളൂ. എഞ്ചിനീയറിംഗിലാണെങ്കിൽ ഇപ്പൊ ലാറ്ററൽ എൻട്രി ഉണ്ട് ഓൾറെഡി. അപ്പൊ ഇത് ലാറ്ററൽ എൻട്രിക്ക് പകരം ലാറ്ററൽ എക്സിറ്റ് ആയിട്ട് കൂട്ടി വെച്ചാൽ മതി. വേറൊരു സ്ഥാപനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ എഞ്ചിനീയറിംഗ് സെക്ടറിലൊക്കെ കൂടുതൽ സ്ഥാപനങ്ങളുണ്ട്, ഈ കോളേജസ് ഉണ്ട്. അതേസമയം പോളിടെക്നിക്കിന്റെ കുറവ് കാണും, അല്ലെങ്കിൽ ITCയുടെ കുറവ് കാണും, കൂടുതൽ കാണും. അപ്പൊ അതൊക്കെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഉദാഹരണം പറയണം, എല്ലാ ഉദാഹരണങ്ങളും ഞാൻ പറയുന്നില്ല. ഇനി ഇതില് ഒരു കാര്യം പറയട്ടെ. ഈ സ്റ്റേറ്റ് സബ്ജക്ട് എമർജൻസി കാലത്ത് കൺകറന്റ് ലിസ്റ്റിലോട്ട് കൊണ്ടുവന്നു. കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ കൺകറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമില്ല. കൺകറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കണം, അപ്പോഴേ നടപ്പാക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇത് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കും, എന്നാലും ഞാൻ പറയാം. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് 25% പേര് ഡിഗ്രിയും 15% പേരും പുറത്ത് പഠിക്കണം എന്ന് പറഞ്ഞു. എന്തിനാണ് ഇവിടെ നിന്നുള്ള ഒരു പെൺകുട്ടി ആസാമിൽ പോയി പഠിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അവിടെ മെഡിക്കൽ കോളേജുകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് ചെയ്തിരുന്നതാണ്. മനസ്സിലായോ? അപ്പോ ഇവിടുന്ന് വെറുതെ പോയിട്ട് ആസാമീസ് ഭാഷ പഠിക്കണം, അവിടെയുള്ള രോഗങ്ങളെ പറ്റി പഠിക്കും, ഇവിടുത്തെ രോഗം പഠിക്കുന്നില്ല. അപ്പോൾ ഈ സെൻട്രലൈസേഷന്റെ തകരാറുകൾ അതാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇന്ത്യൻ ഫെഡറൽ സ്ട്രക്ചറിലോട്ട് വരികയാണ്. ശ്രീ തരകൻ പറഞ്ഞതിനേക്കാളും ഉപരി ഒരു പടി കടന്നിട്ട് ഞാൻ അതിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത് ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റമാണ്. USSR മോഡലിൽ നമുക്ക് സെസീഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു വാക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഒരു സ്റ്റേറ്റിന് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റൂല. DMKയുടെ ഭരണഘടനയിൽ 1962 വരെ അങ്ങനെ വിട്ടുപോകണം എന്നുള്ളത് ഉണ്ടായിരുന്നത് പോലും നെഹ്റു പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അത് പരിഹരിച്ചത്, ഹിന്ദി അടിച്ചേൽപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ. അപ്പൊ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്ന കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൽ സാംസ്കാരികമായ വിഷയങ്ങൾ നമ്മുടെ മാതൃഭാഷയിൽ പഠിക്കുകയും ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ് നല്ലത്. ഹിന്ദിയോ മറ്റുള്ള ഭാഷകളൊക്കെ ഐച്ഛികമായിട്ട് നമുക്ക് എടുക്കാം. ഹിന്ദി നല്ലതാണ്. ഹിന്ദിയോ ഉറുദു ഒക്കെ പഠിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നമുക്ക് പഠിച്ചാൽ നമുക്ക് ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയാൽ നമുക്ക് ഉപകാരം ചെയ്യും. പക്ഷേ നോർത്ത് ഇന്ത്യക്കാരൻ സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ, അവിടെ പഠിക്കുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു വിഷയം കൂടെ നമ്മുടെ 3 ലാംഗ്വേജ് ഫോർമുല എന്നാണ് അവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഞാൻ അതിലൊരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോ അത് ഒരു വിഷയമുണ്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, ചിലതിനോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഫോറിൻ യൂണിവേഴ്സിറ്റികളെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വാർട്ടൺ ആണോ ഉദ്ദേശിക്കുന്നത്? ഓക്സ്ഫോർഡ് ആണോ ഉദ്ദേശിക്കുന്നത്? ഹാർവേർഡ് ആണോ ഉദ്ദേശിക്കുന്നത്? അവർക്കൊന്നും ഓഫ് ക്യാമ്പസുകൾ ഉണ്ടാവില്ല, ഓഫ് ക്യാമ്പസ് ഇതുണ്ടാവില്ല, സെന്റർ ഉണ്ടാവില്ല. ഞാൻ ദുബായിൽ പോയി കണ്ടിട്ടുള്ളതാണ്, ലണ്ടനിൽ പോയി കണ്ടിട്ടുള്ളതാണ് എന്താണ് ഈ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ഒരു കോലം എന്നുള്ളത്. അവിടുത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹോസ്റ്റലിൽ എത്ര പോലും ഉണ്ടാവുന്നില്ല. അതെല്ലാം ഒരു മണി മേക്കിംഗ് ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് മുൻപും പറഞ്ഞിട്ടുള്ള ഇതൊന്നും ഈ ഒരു പ്രത്യേക ഗവൺമെന്റിനെ വിമർശിക്കാനായിട്ട് നിങ്ങൾ എടുക്കരുത്. ഈ പോളിസി മുൻപത്തെ ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോഴും മനസ്സിലായില്ല, മുൻപത്ത് നിന്ന് രാഷ്ട്രീയമായിട്ട് മറ്റൊരു കക്ഷി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്നപ്പോഴും നമ്മൾ ആരും ഇതിനെ അംഗീകരിച്ചിട്ടില്ല. അത് അംഗീകരിക്കാതിരിക്കുന്നതിനുള്ള കാരണം ഞാനിനി വേറെ ആംഗിളും കൂടെ പറഞ്ഞുതരാം. ഞാൻ മെഡിക്കൽ കൗൺസിലിലും ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലും ഒരു മെമ്പറൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഞാൻ പറയുന്നു. ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവിടത്തേക്ക് ആ പഠിത്തത്തെ പറ്റിയിട്ട് എനിക്ക് നല്ലോണം അറിയാം. ഇവിടെ MBBS വരുന്നുണ്ട്, ചൈനയിൽ നിന്നും മറ്റിടത്തും ഒക്കെ കുറച്ചിടത്തും ഒക്കെ ആൾക്കാർ.
അതും ചില യൂണിവേഴ്സിറ്റികളാണ് അവർ പഠിക്കുന്നത്. അവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോളേജ് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കോളേജാണ്, കോളേജിന് ഒരു പേര് കൊടുത്തിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി. അത്തരത്തിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി ഓട്ടോണമസ് കോളേജുകളുടെ കാര്യത്തിലൂടെ മുൻപത്തെ UGC ഫണ്ടുകൾ റൂസയിലൂടെയാണ് വരുന്നത്. ഞാൻ ഇതുവരെ കേരളത്തിൽ എയ്ഡഡ് കോളേജുകൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് പ്രൈവറ്റ് കോളേജുകൾക്കും സെൽഫ് ഫിനാൻസിങ് സെക്ടറുള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്നാണ് കേട്ടിട്ടുള്ളത്. ഞാനിത് സംസാരിക്കുമ്പോൾ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടല്ല സംസാരിക്കുന്നത്, കാരണം ഞങ്ങൾക്ക് അതൊക്കെ ഉള്ളതാണ്, സാധനം അറിയാതെ. പക്ഷെ അതല്ല, അത് സാമൂഹ്യ നീതിയല്ല. സർക്കാരിന്റെ പൈസ വാങ്ങിച്ചുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിലെ പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് വേറെ, ഇത് വേറെ, രണ്ടാണ്. അത് സെൽഫ് ഫിനാൻസിങ് ആയിട്ട് പോയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത് അപ്പൊ ആ ഒരു വിഷയം ഇതിവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാമത് അവർ അതിൽ എഴുതിയിരിക്കുന്നത് ഫിലന്ത്രോഫിസ്റ്റ് വിൽ ഇൻവെസ്റ്റ് മണി എന്നാണ്. അങ്ങനെ ഒരു ഫിലന്ത്രോഫിസ്റ്റ് ഉണ്ടാവാം, മനസ്സിലായല്ലേ? ആ ഫിലന്ത്രോഫിസ്റ്റുകള് മെലിൻഡ ഗേറ്റ്സ് ആയാലും ഇവിടെ അസീം പ്രേംജി ഫൗണ്ടേഷൻ ആയാലും അതൊക്കെ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും കേരളത്തിൽ നമ്മൾ കണ്ട ഫിലന്ത്രോഫിസ്റ്റുകളൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ അണ്ടിക്കച്ചവടക്കാരും അല്ലേ, നമ്മുടെ എന്ത് വർത്തമാനം പറഞ്ഞ ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്നവരും കള്ളക്കച്ചവടം നടത്തുന്നവരും ഒക്കെയാണ് ഇവിടെ ട്രസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് കോളേജുകൾ ഉണ്ടാക്കിയത്. അപ്പോ അതിന്റെ അനുഭവം തന്നെ ചിലപ്പോ ഇവിടെ ഉണ്ടാവും എന്നെനിക്ക് ഭയമുണ്ട്. കാരണം ഇത് ഫിലന്ത്രോഫിസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ട്രസ്റ്റ് ഉണ്ടാക്കുന്നു, ആ ട്രസ്റ്റ് നമ്മൾ എഴുതുന്നു, ഇറ്റ് ഇസ് മെന്റ് ഫോർ ദ പബ്ലിക് ഗുഡ് എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു? അതിനുശേഷം അതിൽ വരുന്ന അവിഹിതമായിട്ടുള്ള പണം നമ്മൾ മാറ്റിയെടുക്കുന്നു, എന്നിട്ടൊരു കണക്ക് വേറെ വെക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഈ 3ാം ക്ലാസ് തൊട്ടിട്ടുള്ള പഠിത്തത്തെ പറ്റിയിട്ട് എനിക്ക് സ്വല്പം അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായമാണുള്ളത്. അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും അതിനെപ്പറ്റി അറിയാം. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് കേരളത്തിലെ 3ാം ക്ലാസ് തൊട്ടിട്ടുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസം മതത്തിന്റെയും ജാതിയുടെയും പേരിൽ നടത്തുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഇപ്പൊ കിടക്കുന്നത്. സാധനം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന വാക്കുകൾ. ഇല്ലേ, അത് നടത്തുന്ന പ്രീ സ്കൂളുകൾ നടത്തുന്നത് പലതും വർഗീയമായ കാഴ്ചപ്പാടുള്ള സെറ്റപ്പുകളാണ്. അത് സർക്കാർ ലെവലിലോട്ട് വരികയാണെങ്കിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രീതികൾ വേറെ, അത് എങ്ങനെ നടപ്പാക്കും എന്നുള്ളതൊക്കെ ഞാൻ ഈ എല്ലാ കാര്യങ്ങളും പറയുന്നത് കേരളത്തിന്റെ എയ്ഡഡ് മേഖലയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെ ഇവിടെ വരികയാണെങ്കിൽ, എയ്ഡഡ് മേഖലയിൽ വരികയാണെങ്കിൽ പാവപ്പെട്ട വിദ്യാർത്ഥി ഇവിടെ ഇപ്പൊ നടക്കുന്നത് നേരത്തെ ചൂണ്ടിക്കാണിച്ച മാതിരി തന്നെ പണക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ കുട്ടികളെ വലിയ പണം ചെലവാക്കിക്കൊണ്ട് പ്രീ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു. സാധാരണ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ഇതാണ് വിഷയം അവിടെ വരുന്നത്. അപ്പൊ ആ നിലക്ക് ആ വിഷയത്തെ മൂന്നാമത്തെ കാര്യം അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി. ഞാൻ അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റിക്ക് അനുകൂലമാണ്. അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞേക്കാം. നമ്മള് ഓട്ടോണമസ് ആയിട്ടുള്ള ഇത് വരുമ്പോ ഓട്ടോണമസ് ആയിട്ട് എക്സാമിനേഷൻ നടത്താൻ നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ, അപ്പൊ ഉദാഹരണമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിനും കുഞ്ഞിപ്പോക്കറുട്ടി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. കേരള യൂണിവേഴ്സിറ്റി അല്ലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത്ര വലിയ മികച്ചതാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യയിൽ പുറകിൽ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നിൽക്കുന്നത്. എന്നാൽ കൂടി ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തായാലും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പല സംസ്ഥാനങ്ങളും പഠിച്ച ആളെന്നുള്ള നിലക്ക്, ബീഹാറിലോ അല്ലെങ്കിൽ ശ്രീനഗറിലോ ഒക്കെ ഞാൻ പഠിച്ചൊരു വ്യക്തി എന്നുള്ള നിലക്ക് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ കോപ്പിയടിയും അല്ലെങ്കിൽ അതുമാതിരി മാനേജ്മെന്റുകൾ ഇടപെട്ടിട്ടുള്ള പരിപാടികളും ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ പറഞ്ഞു കൊടുക്കലും ആൻസർ പേപ്പർ തിരിമറി ചെയ്യലും ഒന്നും ഇവിടെ വളരെ കുറവാണ്. അപ്പൊ ആ നിലക്ക് നമുക്ക് അത് ഒരു പറ്റ ഓട്ടോണമസ് ആയിട്ട് കോളേജുകൾ കൊടുക്കുന്ന കാര്യത്തിനോട് എനിക്ക് വലുതായിട്ടൊരു യോജിപ്പില്ല. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻ ദ കരിക്കുലം, അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ വിയോജിപ്പൊന്നുമില്ല. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ സെറ്റപ്പില് ഞാൻ ഡോക്ടറാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
പൊതുവെ തന്നെ ഞങ്ങൾ ഡോക്ടർമാർക്ക് മറ്റൊരു വിഷയം അറിയില്ല. മറ്റൊരു വിഷയം അവർക്ക് അറിയില്ല. രോഗികളെ നോക്കുക, കാശ് വാങ്ങുക, അത്രമാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ ആ നിലക്ക് മറ്റുള്ള കാര്യങ്ങളും കൂടെ അത്യാവശ്യം നോളജ് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഇനി ഇതിൽ കാവ്യവൽക്കരണം ഉണ്ടോ ഇല്ല, അത് സബ്ജക്റ്റ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. അതല്ലല്ലോ ഇപ്പൊ വിഷയം. ബേസിക് ആയിട്ട് ഇത് സൈദ്ധാന്തികമായിട്ടുള്ള വിഷയം മാത്രമായിട്ട് എടുക്കുന്നു, ഇതിനെ രാഷ്ട്രീയ വിഷയമായിട്ട് നമ്മൾ എടുക്കുന്നില്ല. അപ്പോ അത് ശരിയാണ്. പിന്നത്തെ കാര്യം, 40% ഓഫ് അവർ ഗ്രാജുവേറ്റ്സ് ആർ നോട്ട് എംപ്ലോയബിൾ എന്ന് പറഞ്ഞ മിസ്റ്റർ ഷംസു പറഞ്ഞതിനോട് ഇന്ത്യ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ അതിനോട് യോജിപ്പുണ്ട്. ഇന്ന് കേരളത്തിലും ഏകദേശം ആ അവസ്ഥ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ ഒക്കെ കാര്യത്തിൽ. അപ്പോൾ ആ നിലക്ക് അത് നമുക്ക് ഇതാണ്. പിന്നെ എന്ത് നമ്മൾ നടപ്പാക്കിയാലും ഒരു വലിയൊരു പ്രശ്നമുണ്ട്. കേരളത്തിൽ മാത്രമുള്ളതാണ് ഇത്രയും ഗവൺമെന്റ് സംവിധാനങ്ങളും എയ്ഡഡ് കോളേജ് സംവിധാനങ്ങളും എയ്ഡഡ് സ്കൂളുകളുടെ സംവിധാനങ്ങളും ഒക്കെ ശക്തമായിട്ട് അത് മറ്റു സംസ്ഥാനങ്ങളിലില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത സ്ഥിതിക്ക് അതെങ്ങനെ നടപ്പാക്കും എന്നുള്ള കാര്യത്തെ പറ്റി സംശയമുണ്ട്. ഈ ക്ലസ്റ്റർ കോളേജ് സംവിധാനത്തെ പറ്റിയിട്ടും ഇത് തന്നെയാണ് പ്രശ്നമുള്ളത്. എന്താ വെച്ചാൽ കോളേജുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിന്റെ ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭ നടത്തുന്ന കോളേജുകളൊക്കെ അപ്പൊ നമുക്കറിയാം, നാക് അക്രഡിഷൻ എടുത്തപ്പോ 32 കോളേജ് തിരഞ്ഞെടുത്തതിൽ 24 കോളേജും വലിയ A+ ഒക്കെ കിട്ടിയതും ഓട്ടോണോമസ് പദവിക്ക് ഇത് കിട്ടിയതും ഒക്കെ ക്രൈസ്തവ മാനേജ്മെന്റ് കോളേജുകളാണ്. കേരളത്തിൽ അങ്ങനത്തെ ഒരു ഫിനോമിന ഉണ്ട്. എല്ലാം ജാതി മതത്തിന്റെ പേരിലാണ്. അത് അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, എന്നാൽ കൂടി. അപ്പൊ ഈ വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആണ് ബേസിക്കലി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കണം അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേമാതിരി തന്നെ മാറി വരുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടാവും ഒരു സ്റ്റേറ്റിന്. ഞാൻ ഒരൊറ്റ സ്റ്റേറ്റിന്റെ കാര്യം പറയാം. തമിഴ്നാടിന്റെ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ദ്രാവിഡ സംസ്കാരമാണ്, മതത്തിൽ ഊന്നിയിട്ടുള്ള സംസ്കാരമല്ല. അപ്പൊ ദ്രാവിഡ സംസ്കാരത്തിന്റെ എലിമെന്റ്സ് നമ്മൾ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട, സംരക്ഷിക്കേണ്ട ഒരു സംവിധാനമുണ്ട്. അതാണ് അവരിപ്പോ എടപ്പാടി വരെ, ഇപ്പോ ശ്രീ പളനിസ്വാമി വരെ ഇതിനെ എതിർക്കുന്നതിന് കാരണം അതുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കുന്നത് തമിഴിന്റെ വിഷയമായല്ല. അതുകൊണ്ട് അവർക്ക് മതത്തെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്, ജാതി സംവിധാനത്തിനെ പറ്റി പെരിയാറിന്റെ കാഴ്ചപ്പാടുണ്ട്, അതേമാതിരി തന്നെയുള്ള ഭാഷയെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതെല്ലാം നമുക്ക് ഏകീകരിച്ചിട്ട് ഒന്നാക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒന്നാക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞാൻ ഒരിക്കൽ കൂടി 1967 മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകിയത്. 1967 കോൺഗ്രസ് പാർട്ടി നാമാവശേഷമായി പോയതും 1984 കോൺഗ്രസ് പാർട്ടി ആന്ധ്രാപ്രദേശിൽ നാമാവശേഷമായി പോയത് തെലുഗുദേശത്തിന് മുന്നിലും കാരണം ഭാഷയുടെ പേരിലാണ്. ഭാഷയുടെ പേരിലാണ് ഇത് നാമാവശേഷമായി പോയത് നിങ്ങൾ മനസ്സിലാക്കണം. പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അവരുടെ സംസ്കാരം, ഭാഷ ഈസ് ഈക്വൽ ടു സംസ്കാരം എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ അഭ്യർത്ഥന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൽക്കാലം ഈ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇതിൽ നല്ലതുണ്ട്, നല്ലതുണ്ട്, മോശമുണ്ട്. പക്ഷേ പാർലമെന്റിൽ സംസ്ഥാനങ്ങളിലും കോവിഡ് കഴിഞ്ഞതിന് ശേഷം വലിയൊരു ഡിബേറ്റ് നടത്തിയിട്ട് സംസ്ഥാനങ്ങൾ ഓരോരോ സംസ്ഥാനത്തിന്റെ അഭിപ്രായം എടുക്കണം. സംസ്ഥാനങ്ങൾക്ക് അവകാശം കൊടുക്കണം. തള്ളിക്കളയാമാണെങ്കിൽ അത് കൊടുത്തേ പറ്റൂ. അത് ഫെഡറൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒരു സ്റ്റേറ്റിന്റെ സംസ്കാരവും അതിന്റെ ഭാഷയും ഒക്കെ നിലനിർത്തുക എന്നുള്ളത്. അപ്പൊ സ്റ്റേറ്റുകളിൽ ഇത് ചർച്ചക്ക് വെച്ചിട്ട് സ്റ്റേറ്റുകൾ അനുകൂലിക്കുന്ന സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ അനുകൂലിച്ചോട്ടെ, എടുത്തോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അതല്ലാത്ത സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റുകൾക്ക് അവരുടെ വഴി പോകാനായിട്ടുള്ള സംവിധാനം ഇതിന്റെ ഉള്ളിലുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൽ ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും ഒട്ടും രാഷ്ട്രീയം കലർത്താതെ ഞാൻ നോക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള വീക്ഷണം എനിക്കുണ്ട് വേറെ, അത് ഞാൻ പറയുന്നില്ല. കാരണം അത് വരികൾക്കിടയിലൂടെ ഞാൻ വായിക്കുന്നു. പക്ഷെ ആ വരികൾക്കൂടെ വായിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഞാനത് പറയാൻ, നിങ്ങൾ വരികൾക്കൂടെ ഇടയിൽ എഴുതിയാൽ ഞാൻ വരികൾക്കിടയിൽ കൂടെ വായിച്ചെങ്കിലും പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഫസൽ സാറ് പറഞ്ഞ ഒരു കാര്യത്തോടെ ഒറ്റ അഭിപ്രായം, അതായത് ഈ GDP-യുടെ 6% ഞങ്ങൾ യോജിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് the center and the state will work together to increase the public investment in education sector to reach 6% of GDP at the earliest.
അത് സംസ്ഥാനവും ഞാൻ പറഞ്ഞു കേന്ദ്രവും കൂടെ. ഞാൻ സെന്റർ തരണമെങ്കിൽ 6% ഓക്കെ പറഞ്ഞു. ഓക്കെ 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 സെന്റർ തരണമെങ്കിൽ നമുക്ക് 6% എടുക്കാതെ പറഞ്ഞു. ഓക്കെ ഓക്കെ. വെബിനാറിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് മിനിസ്റ്റർ ആയിരിക്കും. അതിന് തൊട്ടു മുമ്പ് ഒരു 2 മിനിറ്റ് കൊണ്ട് ഈ കേന്ദ്ര നയം നമ്മുടെ സാധാരണക്കാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അവകാശങ്ങളെയും അവരുടെ അവസരങ്ങളെയും എങ്ങനെ ബാധിക്കും എന്ന് കൂടി ഡോക്ടർ ഷക്കീല മാഡം ഒരു 2 മിനിറ്റ് കൊണ്ട് അഭിപ്രായം കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് മിനിസ്റ്ററിലേക്ക് പോകാം. ഞാൻ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയത് നമ്മൾ ചോദിക്കുന്നത് NEP 2020 lower strata of society, economically weaker and socially disadvantaged, ഈ സെക്ഷൻസ് എങ്ങനെ ഈ പോളിസി ഇക്വിറ്റിയുടെ ആസ്പെക്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പം കുറെ റൈറ്റപ്സ് വരുന്നോണ്ട് ഈ പോളിസി റിസർവേഷൻ ടച്ച് ചെയ്തില്ല. ആക്ച്വലി റിസർവേഷൻ പോളിസി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റാ. ആൻഡ് ഇനിഷ്യലി നമ്മൾ SC STക്ക് കൊടുത്തിരുന്ന ഒരു റിസർവേഷൻ subsequently women and disabled, differently abled ഇന്നത്തെ നോമൻക്ലേച്ചറിൽ ലാറ്ററൽ ആയിട്ടുള്ള അവർക്ക് റിസർവേഷൻ കൊടുത്തതും. പിന്നെ OBCസിൽ 2006 ഓവർസൈറ്റ് കമ്മിറ്റിയിൽ വീരപ്പ മൊയ്ലി സാറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ കമ്മിറ്റിയിൽ OBCക്കുള്ള റിസർവേഷൻ അറ്റ് ദ സെൻട്രൽ ലെവൽ. ആസ് ഫാർ ആസ് റിസർവേഷൻ it is left to each state government. നമ്മൾ 2006 റിസർവേഷൻ OBCയിലെ സെൻട്രൽ ലെവലിൽ കൊണ്ടുവരുമ്പം നമ്മൾ കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു ഈ 4 സ്റ്റേറ്റിന്റെ കേസ് സ്റ്റഡി കൊണ്ടുവന്നിട്ടായിരുന്നു OBCയുടെ റിസർവേഷൻ നമ്മൾ കേന്ദ്രീയ സർക്കാരിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൊണ്ടുവന്നത്. വേർ ഇറ്റ് സെൽഫ് അതിന്റെ ഒരു പ്രൂഫാ ദാറ്റ് റിസർവേഷൻ ഈസ് ലെഫ്റ്റ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് at the same time constitutional mandate ആയോണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന്റെ സമയമായിട്ട് അതിന്റെ റിസർവേഷൻ. അപ്പൊ നമ്മുടെ ഈ പോളിസിയിൽ ഒരു റൈറ്റപ്പ് ഉണ്ടായിരുന്നു ഇന്നലെ. റിസർവേഷൻ നിങ്ങൾ കൺട്രോൾ F അടിച്ചു കഴിഞ്ഞാൽ 5 പ്രാവശ്യം റിസർവേഷൻ ആ വേർഡ് വരും. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് റിസർവേഷൻ, നോട്ട് ആസ് റിസർവേഷൻ. ഐ അക്സെപ്റ്റ് ദാറ്റ്. അത് നമ്മൾ ഇട്ടിട്ടില്ല. പക്ഷേ അഫർമേറ്റീവ് ആക്ഷൻ നമ്മൾ ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ, ഈ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്ത ഒരു നോമൻക്ലേച്ചർ ഡ്രാഫ്റ്റ് NEP 2019 അണ്ടർ റെപ്രസെന്റഡ് ഗ്രൂപ്പ്സ് എന്നായിരുന്നു യൂസ് ചെയ്തിരുന്നത്, URGs. ഈ നോമൻക്ലേച്ചറിന് നമ്മൾ പബ്ലിക് ഫീഡ്ബാക്ക് എടുത്തപ്പം ഭയങ്കര റിയാക്ഷൻ വന്നോണ്ട് നമ്മൾ അതിന്റെ നോമൻക്ലേച്ചർ സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ഡിസ്അഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ജോഗ്രഫിക്കൽ ഐഡന്റിറ്റി, gender identity, social identity and socio-cultural identity, religious identity, disabled identity, urban poor. And this category നമ്മൾ കൊണ്ടുവന്നത് മാർജിനലൈസ് സെക്ഷൻസ് അവരുടെ ലൊക്കേഷൻ കാരണം ജെൻഡർ, വിമൻ ഒരു ഡബിൾ ഡിസ്അഡ്വാൻറ്റേജ്. ട്രൈബൽസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് വുമൺ ആണെങ്കിൽ ഒരു ഡബിൾ ഡിസ്അഡ്വാൻറ്റേജ് ആവുന്നത്. ഒരു മുസ്ലിം ആയിട്ട് അതിൻ്റെ അകത്ത് വിമൻ ആയ അതിന്റെ ഡബിൾ ഡിസ്അഡ്വാൻറ്റേജ്. ഒരു ഷെഡ്യൂൾ കാസ്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് വുമൻ ആയ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ്. ഡിസബിലിറ്റിയിൽ ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ഫിസിക്കൽ ഡിസബിലിറ്റി, ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പ്, വിമൻ ആൻഡ് അതേഴ്സ് ഹു ആർ ആക്ച്വലി വർക്കിംഗ് ആസ് ലേബർ, മൈഗ്രന്റ് ലേബർ, പ്ലസ് ദി അർബൻ പുവർ, ഈ എല്ലാ കാറ്റഗറിയിലും നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പം താമസിക്കാന്നുള്ള സൗകര്യം ഇല്ലെങ്കിൽ കൂടുതൽ ഹോസ്റ്റൽസ് കൊണ്ടുവരാം, കൂടുതൽ റീഡിംഗ് റൂംസ് കൊണ്ടുവരാം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസ്. ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസ് നമ്മൾ പാർലമെന്ററി മെമ്പേഴ്സ് പാർലമെന്റിന്റെ അകത്ത് ഡിസ്കഷൻ കൊണ്ടുവന്നപ്പം മൈനോറിറ്റി ഗ്രൂപ്പ്സ് ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിന് എന്തൊരു ഇമ്പോർട്ടൻസ് ആ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ കൊണ്ടുവരാം, നിങ്ങൾ എന്താണ് അത് കൊണ്ടുവരേണ്ടത് ബാക്ക്വേർഡ് റീജിയൻസിന്. അതില്ലാതെയും കൂടെ we thought special education zones have to become. It can be in tribal areas, it can be in areas with concentration of educationally backward sections. അതൊരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ അത് റിസീവ് ചെയ്യേണ്ട ഒരു
an appeal that I can say that special education zones are not for economic activity, but for meeting the educational needs of such geographical regions where there is a concentration of educationally and socially backward sections. അതേപോലെ സ്കോളർഷിപ്സ് ആൻഡ് ഫ്രീ ഷിപ്സ് നമ്മൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് കൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്കോളർഷിപ്സ് അപ് ടു ബിറ്റ്വീൻ 25% to 50% നിങ്ങൾ സ്കോളർഷിപ്സ് കൊടുക്കണം. ഈ പോളിസിയിൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ്, വൈൽ എംഫസൈസിംഗ് ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് എ പബ്ലിക് ഗുഡ് ആൻഡ് നോട്ട് അലവിംഗ് ഫോർ ഗ്രേറ്റർ കമേഴ്ഷ്യലൈസേഷൻ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ എക്വിറ്റി കൺസിഡറേഷൻസ് എടുക്കും. ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട്, അതേപോലെ ലാംഗ്വേജസ് പ്രൊമോട്ട് ചെയ്യാൻ, ഈ സാർ ഇപ്പം പറഞ്ഞതിന്റെ കൂട്ട് ലാംഗ്വേജും കൾച്ചറുമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ ഈ ട്രൈബൽ ആളുകൾക്കുള്ള ലാംഗ്വേജസ്, ഈ മെയിൻലി ട്രൈബൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത, അവരുടെ എഡ്യൂക്കേഷണൽ പാർട്ടിസിപ്പേഷൻ ഒത്തിരി പിന്നോട്ടാ. അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ട്രൈബൽ ലാംഗ്വേജസിലും നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഈ both school education, higher education, transport facilities, all these things നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ഏതൊക്കെ സെക്ഷനിൽ ഈ SCDGs ഉണ്ട്, ഫ്രം പ്രീ സ്കൂൾ ലെവൽ തൊട്ടിട്ട് നമ്മൾ ഈ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന തൊട്ടിട്ടുള്ള നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ ഇവരുടെ എഡ്യൂക്കേഷണൽ പാർട്ടിസിപ്പേഷൻ ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ അവരെ എത്ര പാർട്ടിസിപ്പേഷൻ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ ആ പോയിന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന് നമ്മൾ കമ്മിറ്റ്മെന്റ് കൊടുക്കുമ്പം ഈ എല്ലാ സെക്ഷൻസിനും നമ്മൾ ഉൾക്കൊള്ളിയിട്ട് അവരുടെ എഡ്യൂക്കേഷണൽ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവന്നെങ്കിൽ it would not have achieved what it wants to achieve. It would have created a larger divide. Appa SCDGs are the key word for equity in our policy. Yes. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ വിഷയത്തെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് മിനിസ്റ്ററെ ക്ഷണിക്കുകയാണ്. ഓവർ ടു മിനിസ്റ്റർ. ഹലോ, കേൾക്കുന്നുണ്ടോ? ദേശാഭിമാനി വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തത് വളരെ വളരെ നന്നായി, ഏറ്റവും പ്രസക്തമാണ്. ഇത് എല്ലാം പൂർണ്ണമായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ സമയമില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ പോളിസി ചർച്ച ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ളതിന്റെ നയങ്ങളിൽ തന്നെയാണ് ചർച്ച ഊതി നിൽക്കേണ്ടത്. സിമ്പിളായിട്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇത് സെൻട്രലൈസേഷനാണ്. അടുത്ത ഒരു ഘട്ടം അതിനെ മറ്റൊന്നുമായിട്ട് ബന്ധിപ്പിക്കണമെന്നുള്ളതാണ്. അത് ന്യൂ ഇക്കണോമിക് പോളിസിയാണ്. ന്യൂ ഇക്കണോമിക് പോളിസിയും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും പരസ്പര ബന്ധിതമാണ്. ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഒരു ഓഫ് ഷൂട്ടാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അതുകൊണ്ടാണ് അത് കച്ചവടവൽക്കരണം, വർഗീയവൽക്കരണം, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സെൻട്രലൈസേഷൻ വരുന്നത്. അതുകൊണ്ട് ആ നയത്തിന്റെ അപകടങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒരു ഉദാഹരണം, ഡോക്ടർ ഫസൽ ഗഫൂർ അതിൽ നിന്നും ഉള്ളൊരു പരിപാടി എന്ന രീതിയിൽ GDP 6% ആക്കും എന്ന് പറഞ്ഞതിന് സ്വീകരിച്ചു. നല്ല കാര്യമാണ്. കൊത്താരി കമ്മീഷൻ പോലും അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട് GDPയുടെ 6% വിദ്യാഭ്യാസം നിക്ഷേപിക്കണമെന്ന്. എന്തുകൊണ്ടാണ് നിക്ഷേപിക്കപ്പെടാതിരുന്നത്? 91 ന്യൂ ഇക്കണോമിക് പോളിസി വന്നപ്പോൾ വിഡ്രോവൽ ഓഫ് ദി ഗവൺമെന്റ് എന്ന പോളിസി സ്വീകരിച്ചു. അന്ന് മുതൽ വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപം കുറഞ്ഞു വരികയാണ്. ഇപ്പോഴും ഈ ഗവൺമെന്റ് ന്യൂ ഇക്കണോമിക് പോളിസി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, മൂലധന താല്പര്യം വിദ്യാഭ്യാസ രംഗത്ത് നിലനിർത്തുമ്പോൾ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ തുടർന്നും പറയുന്നു സ്വകാര്യവൽക്കരണമാണ്, സ്വാശ്രയവൽക്കരണമാണ് എന്ന്. അതിന്റെ അർത്ഥം സർക്കാർ വിഡ്രോ ചെയ്യുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ സർക്കാർ വിഡ്രോ ചെയ്യുന്ന സമയത്തും ഫെഡറലിസം നഷ്ടപ്പെടുന്ന സമയത്തും എങ്ങനെ GDP 6% ആയിട്ട് നിക്ഷേപിക്കാൻ പറ്റും? അതായത് അത്തരത്തിൽ പോളിസിയുമായി ബന്ധപ്പെടുത്തി പരിപാടികളെ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ പരിപാടി മാത്രം കേട്ടാൽ ചിലത് നല്ലതെന്ന് തോന്നും. ക്ലാസിക് ഉദാഹരണം ഞാൻ പറഞ്ഞു. അപ്പൊ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. അത് മറ്റ് പോളിസിയായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് അറിയുന്നത്. സർക്കാർ വിഡ്രോ ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഫെഡറലിസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, സെൻട്രലിന് മാത്രം ഇതിൽ നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ GDPയുടെ 6% നിക്ഷേപിക്കപ്പെടില്ല. ഇങ്ങനെ ഒരുപാട് ഉദാഹരണം, സമയമില്ല എന്നുള്ളതുകൊണ്ട് പറയാം. ഇപ്പോൾ ഷക്കില മാഡം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഭവം 10+2+3 സിസ്റ്റം മാറ്റണം എന്നുള്ളതാണ്.
എന്താണ് യഥാർത്ഥത്തിലുള്ള സിസ്റ്റത്തിൽ മാറ്റം എന്ന് പറയുന്നത്? സിസ്റ്റം ജനങ്ങൾ സ്വീകരിച്ചൊരു സമയത്ത് അതിലെ കുറവുകൾ എന്തൊക്കെയാണ് അത് പരിഹരിക്കുകയാണ് വേണ്ടത്. എന്താ കുറവുള്ളത്? അതിലിപ്പോഴും ന്യൂ ഇക്കണോമിക് പോളിസി നിൽക്കുന്നത് കൊണ്ട് ക്യാപിറ്റൽ താല്പര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റലിന്റെ താല്പര്യങ്ങൾ ഇല്ലാതാക്കി കൊണ്ടുവേണം ഒരു സിസ്റ്റത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നിൽക്കുന്ന വിജയിച്ചുകൊണ്ടിരിക്കുന്ന 10+2 3 സിസ്റ്റത്തിൽ ഇല്ലാത്ത പ്രശ്നം, അല്ലെങ്കിൽ നാം കൂടുതലായി ചേർക്കേണ്ടത് ജനകീയതയാണ്. അതുകൊണ്ട് ജനകീയത അതിൽ ചേർക്കുക എന്നതാണ് വാസ്തവത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തേണ്ട മാറ്റം. ഇതിന് ന്യൂ ഇക്കണോമിക് പോളിസി അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ന്യൂ ഇക്കണോമിക് പോളിസിയുമായി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ സിസ്റ്റത്തിനും അതുപോലെ തന്നെ മതനിരപേക്ഷ സിസ്റ്റത്തിനും എതിരാണ് എന്നും വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു ഡിവൈഡ് ഉണ്ടാക്കുമെന്നും പാർശ്വവൽക്കരണം ഉണ്ടാക്കുമെന്നും തിരിച്ചറിയേണ്ടത്. വന്ന ഉദാഹരണങ്ങളെല്ലാം എടുത്തില്ല, ഒരെണ്ണം എടുത്ത് അത് വ്യക്തമാക്കി എന്ന് മാത്രം. എങ്ങനെയായാലും ഇത്തരത്തിലുള്ള ചർച്ച സമൂഹത്തിൽ വ്യാപകമായി നടക്കണം. അതിനുള്ള ഒരു തുടക്കം എന്ന രീതിയിലാണ് ദേശാഭിമാനി ചർച്ച നടക്കുന്നത്. താങ്ക് യു. ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ദേശാഭിമാനിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനിയായ മന്ത്രി ഡോക്ടർ ഷക്കീല ഷംസു, ഡോക്ടർ മൈക്കിൾ തരകൻ, സാനു, ഡോക്ടർ ഫസൽ തുടങ്ങിയ എല്ലാവരെയും ദേശാഭിമാനിയുടെ നന്ദി അറിയിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസം ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുന്നതുമാണ്. നന്ദി. താങ്ക് യു.